കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനത്തിന്റെ 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 7-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള 4 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു എങ്ങനെയാണ് നമുക്ക് മരണത്തിലൂടെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നത് എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നാം ഇനി ദൈവത്തിന് ഫലം കൊടുക്കുന്നവർ, മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടത്. നാം കർത്താവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. വി ഡൈഡ്. അതാണ് നമ്മുടെ കൺഫെഷൻ. നമ്മൾ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. ഇനി ഇതെങ്ങനെയാണ് ഈ ക്രിസ്തു നമുക്ക് പകരക്കാരനായി വരുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ നമ്മൾ കാണാം. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഇന്നലെ എല്ലാം കണ്ട നീതിയുടെ ദാസ്യത്വം എങ്ങനെയാണ് നടപ്പാകുന്നത്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് 2 സഭായോഗം ഉണ്ട്. ഒന്ന്, ഞാൻ പണ്ട് ആന്ധ്രയിലെ മിഷണറി ആയിരുന്നത് കൊണ്ട് അവിടുത്തെ സഭ ഇപ്പം സൂം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സമയത്തും അവരുമായിട്ടും കൂടി വർഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇന്ന് ഒരു സഹോദരൻ എബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചായിരുന്നു. അപ്പോ എബ്രഹാമിന്റെ വിശ്വാസം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അധികം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം. എബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്ന 3 പ്രാവശ്യം. ആദ്യം വാഗ്ദത്തം കൊടുക്കുന്ന 12-ാം അധ്യായത്തിൽ എബ്രഹാമിനെ വിളിക്കുമ്പോൾ ആ സമയത്ത് എബ്രഹാമിന് ആ വാഗ്ദത്തം എന്താണെന്ന് മനസ്സിലായതെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാം വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ വളരെ ഭാഗികമായ ഒരു അറിവേ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ഉണ്ടാവുകയുള്ളായിരിക്കും. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം പറയുന്നത്, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോരാൻ പറയുമ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് കർത്താവ് പറയുമ്പോൾ, സ്വാഭാവികമായി വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിലുള്ള ഒരാൾ അങ്ങനെ ഒരു പ്രോമിസ് കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് എനിക്ക് നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ജോലിയോ അല്ല നല്ല കൃഷിയിടമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോകും. അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ആദ്യം കണ്ടത്. അതുകൊണ്ട് ദൈവം അവനോട് പിതൃഭവനത്തെ വിട്ടിട്ട് വരാൻ പറഞ്ഞിട്ടും അവൻ പിതൃഭവനത്തെ ആ വീടിനെ വിട്ടെങ്കിൽ ആൾക്കാരെ ഒന്നും വിട്ടില്ല, അവരെല്ലാരെയും കൊണ്ടാ പോയത്. അപ്പൊ ശരിക്കും കാര്യമായ സെറ്റിൽമെന്റ് ഒരു യാത്ര ആയിരുന്നിരിക്കണം അബ്രഹാം തുടങ്ങി വെച്ചത്. രണ്ടാമത് കർത്താവ് പ്രോമിസ് പ്രധാനമായും ചെയ്യുന്നത് 15-ാം അധ്യായത്തിലാണ്. നമ്മൾ കണ്ടത് 15-ാം അധ്യായത്തിലാണ് കർത്താവ് പറയുന്നത് അവന്റെ വിശ്വാസം നീതിയായി മാറി എന്ന് പറയും. ഹിസ് ഫെയ്ത്ത് വാസ് അക്കൗണ്ടഡ് ടു ഹിം ആസ് റൈച്ചസ്നെസ്. അവിടെയാണ് അബ്രഹാം യാത്ര തുടങ്ങുമ്പോൾ തന്നെ 75 വയസ്സുണ്ട്. അപ്പൊ മുമ്പോട്ട് ഇരുന്നോറും പ്രായം വർദ്ധിച്ചു വരുന്നതോറും ഈ പ്രോമിസ് വിശ്വസിക്കാൻ അവന്റെ ആശയ്ക്ക് അപ്പുറത്തുള്ള ഒരു ഫാക്കൽറ്റി ആവശ്യമായിരുന്നു. 15-ാം വാക്യത്തിൽ അവൻ ദൈവം നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആക്കും എന്ന് പറഞ്ഞപ്പോൾ എബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു. അപ്പോൾ അവിടെയാണ് രണ്ടാമത്തെ ആ പ്രോമിസസിന്റെ ഭാഗം നമ്മൾ കാണുന്നത്. അത് ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന നീതിയാണ്. അന്നേരം ദൈവം നമുക്ക് ഈ ചുങ്കക്കാരനും പരീക്ഷനും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ നമുക്കറിയാം, ചുങ്കക്കാരന് ദൈവം ഫ്രീ ആയിട്ടാണ് നീതി കൊടുത്തത്. അവിടെ അവൻ നിലവിളിക്കുന്ന കർത്താവെ പാപിയായി എന്നോട് കരുണയുണ്ടാകണം. നീതീകരിക്കപ്പെട്ടവനായി അവൻ വീട്ടിലേക്ക് മടങ്ങി. ജസ്റ്റിഫിക്കേഷൻ വാസ് ഫ്രീ. അതുപോലെ ക്രൂശിലെ കള്ളനെ നമ്മൾ നോക്കുമ്പോൾ ക്രൂശിലെ കള്ളൻ ഒരു നിമിഷം കർത്താവെ നിന്റെ നീ മഹത്വത്തിൽ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെ ഓർക്കണമേ ഒറ്റ പ്രാർത്ഥന. കർത്താവ് പറഞ്ഞു നീ എന്റെ കൂടെ പർദീസായി വരും. അപ്പൊ അത് ഇൻസ്റ്റന്റേനിയസ്ലി വിത്തൗട്ട് എനി മെറിറ്റ്, ഒരു മെറിറ്റും ഇല്ലാതെ ദൈവം ഇമ്മീഡിയറ്റ് ആയിട്ട് കണക്കിട്ട് തരുന്ന ഒരു കാര്യം. എബ്രഹാമിന് അങ്ങനെയാണ് 15-ാം അധ്യായത്തിൽ കിട്ടുന്നത്. ഫ്രീ ആയിട്ട് ദൈവത്തിന്റെ ദാനമായിട്ടാണ് കിട്ടുന്നത്. അവിടെ എബ്രഹാമിന്റെ യാതൊരു പ്രവൃത്തിയും കൗണ്ട് ചെയ്യുന്നില്ല. എന്നാൽ 22-ാം അധ്യായം വരുമ്പോഴേക്കും എബ്രഹാം യാഗമർപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എബ്രഹാമിനോട് ചോദിക്കുന്നത് ഏകജാതനായ പുത്രനെയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് അവനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 15-ാം അധ്യായത്തിലാണെന്ന് നമ്മൾ അനുമാനിച്ചാൽ 22-ാം അധ്യായം ആയപ്പോഴേക്കും അവന് ദൈവത്തിന്റെ നീതിയാണ് അവന്റെ ഉള്ളിലുണ്ടായത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം നമ്മളിൽ ദൈവം നീതിമാനാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്ത് എവിടെ ചെന്ന് എത്തുന്ന ചോദിച്ചാൽ സ്വന്തം മകനെ പാപികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ദൈവത്തിന്റെ അതേ നീതിയിലേക്ക് ഈ എബ്രഹാം എത്തുക. പക്ഷെ ദൈവം ചെയ്ത പോലെ പെർഫെക്റ്റ് അല്ല, കാരണം ആ സ്നേഹം അത്രയും സ്നേഹം പാപികൾക്ക് വേണ്ടി കൊടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും സ്വന്തം മകനെ വിട്ടുകൊടുക്കാൻ തക്കവണ്ണമുള്ളൊരു ഫെയ്ത്ത്. അതായത്
എ ഫെയ്ത്ത് ദാറ്റ് പ്രൊഡ്യൂസസ് റൈച്ചസ്നെസ്. അപ്പൊ നീതി രണ്ട് തരത്തിലാണ്. ഒന്ന് നമുക്ക് ദൈവം സൗജന്യമായി തരുന്നതെന്ന് മാത്രമല്ല, പിന്നീട് അതേ വിശ്വാസം നമ്മൾ വർക്ക് ചെയ്ത് ആ വിശ്വാസം മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് ആൻഡ് ഇമ്പാർട്ടഡ് റൈച്ചസ്നെസ് എന്ന് പറയും. അതായത് നമുക്ക് സൗജന്യമായി ലഭിച്ച നീതിയും പിന്നെ നമ്മളിലേക്ക് വളർന്നു വന്ന നീതിയും. ഇത് ആണ് റോമാലേഖനം 1-ാം അധ്യായം 16-17 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അത് ഓരോ ദിവസം ചെല്ലുന്നതോടെ നമുക്ക് അതിന്റെ വചനത്തിലുള്ള ഇൻസൈറ്റ് നമുക്ക് വർദ്ധിച്ചു വരും. അതെങ്ങനെയാണ് നമ്മൾ ആ റോമർ 1:16-17 കാണുന്നത്? ദൈവത്തിന്റെ നീതി സുവിശേഷത്തോടെ വെളിപ്പെട്ടത്. അപ്പൊ ഇവിടെ ഞാനതൊരു പിക്ചർ പോലെ കാണിക്കാം. ആദ്യത്തെ ദിവസം ഞാൻ ഐ കോണ്ടാക്ട് ഇല്ലാതെ സംസാരിച്ചതുകൊണ്ട് അതൊരു പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തോന്നും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം, ഈ ഇംപ്യൂട്ടഡ് ആൻഡ് ഇമ്പാർട്ടഡ് റൈച്ചസ്നെസ് എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം സുവിശേഷമാണ് കേൾക്കുന്നത്. നമ്മൾ കേൾക്കുന്ന സുവിശേഷം. ഇപ്പൊ നമ്മൾ ആദ്യം സുവിശേഷം കേട്ടു. സുവിശേഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്നത് നീതിയാണ്. അതൊരു അസാമാന്യ നീതിയാണ്. യേശുക്രിസ്തുവിനോട് വെളിപ്പെട്ട നീതി, ദൈവത്തിന്റെ നീതിയാണ്. അത് നമ്മളെ ഭയപ്പെടുന്നു. കാരണം നമുക്കത് ചെയ്യാനുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ല, മെന്റൽ സ്ട്രെങ്ത് ഇല്ല, ഇമോഷണൽ സ്ട്രെങ്ത് ഇല്ല, നമ്മുടെ ശരീരം തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദാറ്റ് റൈച്ചസ്നെസ് ഈസ് നോട്ട് ഓഫ് മാൻ. അത് മനുഷ്യനാൽ സാധിക്കുന്നതല്ല, ദൈവത്തിന്റെയാണ്. അപ്പൊ ദൈവ നീതി സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന വാക്യം പറഞ്ഞത്. അതിൽ ദൈവത്തിന്റെ നീതി രണ്ട് രീതിയിലാണ് വിശ്വാസമായിട്ട് കണക്ട് ആകുന്നത്. അതിൽ ദൈവത്തിന്റെ നീതി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വിശ്വാസം കാരണം ഉണ്ടാകുന്നു, വിശ്വാസം ഹേതുവായും. ഇപ്പൊ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നീതി ലഭിക്കുന്നത്. ഒരു കാര്യം അതിന്റെ കൂടെ നമ്മൾ ഊന്നി പറഞ്ഞേ പറ്റുള്ളൂ, വിശ്വാസം ഉണ്ടാക്കുന്നതും അതേ നീതി തന്നെയാണ്. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പം വിശ്വാസം ഫോർ റൈച്ചസ്നെസ്, റൈച്ചസ്നെസ് ഫോർ ആൻഡ് ഫ്രം വിശ്വാസം. ഇംഗ്ലീഷ് ഇരിക്കുന്ന റൈച്ചസ്നെസ് റിവീൽഡ് ഫോർ ഫെയ്ത്ത്, ഫ്രം ഫെയ്ത്ത് ആൻഡ് ഫോർ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിലൂടെ നീതി, ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ ആ നീതിയിൽ നിന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതേ വിശ്വാസത്തിലൂടെ നമുക്ക് ആ നീതി നമ്മൾ അവകാശമാക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് നീതി ലഭിക്കുന്നത് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ്. ഇംപ്യൂട്ടഡ് അതായത് നമുക്ക് സൗജന്യമായി നൽകപ്പെട്ടത്. അങ്ങനെയാണ് നമ്മളെ ദൈവം രക്ഷിക്കുന്നത്, വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ വിശ്വാസത്തിലൂടെ നമ്മൾ തുടർച്ചയായ ജീവിതത്തിലൂടെ ആ ദൈവത്തിന്റെ നീതി നമ്മൾ അവകാശമാക്കും. ക്രൈസ്റ്റ് ബിക്കംസ് അവർ റൈറ്റ്സ്. കർത്താവ് നമ്മുടെ നീതിയായി മാറുന്നു. അവന്റെ നീതി നമ്മളിലേക്ക് ഒരു ക്യാരക്ടറായിട്ട് വരുന്നു. അപ്പൊ വിശുദ്ധീകരണം എന്ന് പറയുന്നത് റൈച്ചസ്നെസ് ഇമ്പാർട്ടഡ് ആണ്. നീതി നമ്മളിലേക്ക് നൽകപ്പെടുന്ന നീതിയാണ് നമ്മുടെ വിശുദ്ധീകരണം. നമ്മൾ സാങ്ക്ടിഫൈഡ് ആകുന്നത്, വിശുദ്ധമാകുന്നത് ക്രിസ്തുവിന്റെ നീതി നമ്മൾ വസിക്കുമ്പോഴാണ്. അതായത് അവന്റെ ക്യാരക്ടർ നമുക്ക് ലഭിക്കുമ്പോഴാണ്. അത് ദൈവത്തിന് ഫലം കൊടുക്കുമാറ് എന്ന് പറയും. വെൻ വി ബിക്കം സ്ലേവ്സ് ഓഫ് റൈച്ചസ്നെസ്, ക്രിസ്തുവിന്റെ നീതിക്ക് നമ്മൾ അടിമയാകുമ്പോൾ നമുക്കറിയാം ആ നീതി പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ് വരുന്നത്. അതൊരു നേച്ചർ ചേഞ്ചിനാലാണ് വരുന്നത്. അത് നമ്മുടെ പഴയ നേച്ചറിൽ കുറെ സൽപ്രവൃത്തികൾ ചെയ്തിട്ട് വരുന്നതല്ല. അത് ക്രിസ്തു നമുക്ക് തന്ന ആ പുതിയ പ്രകൃതത്തിന്റെ ഫലമാണ്. അപ്പോൾ അത് വിശ്വാസത്താലാണ് വരുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്താൽ വരുന്നത്. ഫെയ്ത്ത് ചേഞ്ചസ് അവർ ക്യാരക്ടർ ആൻഡ് ദ ന്യൂ ക്യാരക്ടർ പ്രൊഡ്യൂസസ് വർക്ക്സ്. സൽപ്രവൃത്തികളിലൂടെ അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് സൽപ്രവൃത്തികൾക്കായിട്ടാണ്. നല്ലവരായി ജീവിച്ചല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ നന്മ ചെയ്യുന്നതിനും നീതിക്കും അടിമകളായി മാറിയത്. ബിക്കോസ് അവർ കൺട്രി ഈസ് ഡിഫറെന്റ്, അവർ നേഷൻ ഈസ് ഡിഫറെന്റ്. നമ്മുടെ സിറ്റിസൺഷിപ്പ് വേറെയാണ്, നമ്മളെ നടത്തുന്ന ആത്മാവ് വേറെയാണ്, നമ്മുടെ യജമാനൻ വേറെയാണ്, നമ്മുടെ പിതാവ് വേറെയാണ്, നമ്മുടെ ആഗ്രഹവും വേറെയാണ്. ആ ആഗ്രഹങ്ങളുടെ മാറ്റത്തെയാണ് നമ്മൾ രക്ഷ എന്ന് പറയുന്നത്. ഐ നോ ലോങ്ങർ ഐ ആം എ സ്ലേവ് ടു സിൻ. ഞാൻ പാപത്തിന്റെ ഒരു അടിമയാണ്, ഇനി മേലാലല്ല. ആ കാലം തീർന്നു. ഐ നോ ലോങ്ങർ എ സ്ലേവ് ടു സിൻ.
ഞാൻ മരിച്ചു, ഐ ഡൈഡ്. ആ ഡൈഡ് എന്ന് ആദ്യം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ആ ഫീലിംഗ് വരുമ്പോൾ തന്നെ ഐ എം ജസ്റ്റിഫൈഡ്. ദൈവം എന്നെ നീതിമാൻ എന്ന് എണ്ണുന്നു. കൗണ്ടഡ് ആസ് ജസ്റ്റിഫൈഡ്, കൗണ്ടഡ് ആസ് റൈച്ചസ്. ഓക്കെ, ഞാനിത് ഇന്ന് നമുക്ക് അത് വിശദീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ പ്രാക്ടീസ്. നമുക്ക് 7-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. We will see from the exegesis of the scripture. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. നാം ജഡത്തിലായിരുന്നപ്പോൾ, നിങ്ങൾക്ക് ആ ജഡത്തിന്റെ പിക്ചർ ഓർമ്മയുണ്ടല്ലോ, ആത്മാവ് ഡിസ്കണക്റ്റഡ് ആയിരുന്ന കാലം, ജഡത്തിലായിരുന്നപ്പോൾ, ഈ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചിരുന്നു? ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ എങ്ങനെയാണ് ന്യായപ്രമാണത്താൽ പാപരാഗങ്ങൾ ഉണ്ടാകുന്നത്? ഇത് പൗലോസ് പറഞ്ഞേക്കുന്ന കേട്ടോ. പൗലോസ് ഒരു ദുരുപദേശകനാന്ന് വിചാരിക്കരുത്. പൗലോസ് അപ്പോസ്തലനാ. നമ്മൾ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന വാക്കിനെ എത്ര ശ്രദ്ധയോടെ വിഴുങ്ങണം, ആർത്തിയോടെ ഭക്ഷിക്കണം. പൗലോസോട് പറയാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗം. അപ്പൊ നമ്മളിൽ എങ്ങനെയാണ് പാപരാഗങ്ങൾ ഉണ്ടാകുന്നത്? ബൈ ലോ, നിയമത്താലാണ്. അതെങ്ങനെയാണ്? അതാണ് ഈ 7-ാം അധ്യായത്തിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ന്യായപ്രമാണം നമ്മളിൽ പാപരാഗങ്ങളെ നമ്മുടെ അവയവങ്ങളിൽ ഉണ്ടാക്കുന്നത്? ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ സ്റ്റഡി. അതായത് ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ച് ലോകത്തിൽ ഒരു ശാസ്ത്രജ്ഞനും ഇന്നേ വരെ പറഞ്ഞിട്ടില്ലാത്ത അത്ര ആഴമുള്ള പഠനമാണ്, ശാസ്ത്രീയമായ പഠനമാണ് പൗലോസ് ആത്മാവിൽ ചെയ്യുന്നത്. പൗലോസ് പഠിക്കുന്നതിൽ ആത്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. വാട്ട്സ് ട്രൂ ഹ്യൂമൻ നേച്ചർ? മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതം എന്താണ്? നമ്മൾ ആന്ത്രോപോളജി പഠിക്കാനും ഞാൻ യോടെ വീക്ഷിക്കുന്നുണ്ട്. ആന്ത്രോപോളജി നിങ്ങളുടെ പ്രൊഫഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇഫ് യു ആർ ലേണിംഗ് ദ ബൈബിൾ പഠിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ബൈബിൾ അല്ലാതെ വേറെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിന്റെ കൂടെ ഒരു ഹ്യൂമൻ സൈക്കോളജിസ്റ്റും കൂടെ നമുക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബിക്കോസ് ബൈബിൾ എക്സ്പ്ലെയിൻസ് എവറിത്തിങ് വെരി ക്ലിയർലി. ബൈബിളാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, ബൈബിൾ പഠിക്കാനാണെങ്കിൽ വി ഡോണ്ട് നീഡ് എനി അതർ ഡിസിപ്ലിൻ ടു സപ്ലിമെന്റ് ബൈബിൾ. ഇതിന് തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ബൈബിൾ ഈസ് സഫിഷ്യന്റ്. ബൈബിൾ മതിയായ പുസ്തകമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു റെഫറൻസ് പോലും എങ്ങനെ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, നാം ജഡത്തിലായിരുന്നപ്പോൾ ഈ ന്യായപ്രമാണം നമ്മളിൽ എങ്ങനെയാണ് പാപരാഗങ്ങൾ ഉണ്ടാക്കുന്നത്? മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപരാഗങ്ങൾ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണം നമ്മളിൽ ഉണ്ടാക്കുന്നത് മരണത്തിന് അധീനമായ ശരീരത്തിന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപരാഗമാണ്. അത് എഴുതിയിരിക്കുന്നത് ഫോർ വെൻ വി വെർ ഇൻ ദ ഫ്ലഷ് ദ മോഷൻസ് ഓഫ് സിൻ, പാപത്തിന്റെ ചലനങ്ങൾ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയത്. നമ്മൾ അറിയാതെ ഇൻവോളണ്ടറി ആയിട്ട് നമ്മളിൽ നടക്കുന്ന, അവയവങ്ങളിൽ നടക്കുന്ന ആ പാപത്തിന്റെ ചലനങ്ങൾ, ബിക്കോസ് ഓഫ് ദ ലോ, ന്യായപ്രമാണം കാരണം. അടുത്ത വാക്യം അത് നമുക്ക് വിശദമായില്ലെന്ന് അറിയാം. വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. 5-ാം വാക്യം നമ്മൾ പിന്നെ തിരിച്ചു വരും, കാരണം അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴോട്ട് പൗലോസ് പറയുന്നത്. ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പാപരാഗങ്ങൾക്ക് അടിമകളായി നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. നമ്മളെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു. അപ്പൊ ന്യായപ്രമാണം മൂലം മരണവും, നമ്മളെ യജമാനെ കുറിച്ച് ഇന്നലെ കണ്ടു. യജമാനൻ നമ്മളിൽ ഉണ്ടാക്കുന്നത് പാപരാഗങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അത് മരണത്തിലാണ് എത്തിക്കൊണ്ടിരുന്നത്. ആ മരണത്തിൽ നിന്ന് എത്തിക്കൊണ്ടിരുന്ന ആ ഒരു യജമാനത്വം, കർത്തൃത്വം നമ്മുടെ അവയവങ്ങളിൽ വ്യാപിച്ച് നമ്മളെ അടിമകളാക്കി, നമ്മെ കൊണ്ട് നന്മ ചെയ്യാൻ പറ്റാത്തവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പൗലോസ് പറയും. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ പാപരാഗങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നില്ല. ആ ന്യായപ്രമാണം അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മളിൽ നിർവഹിക്കുന്നില്ല. ന്യായപ്രമാണം ഇന്ന് നമുക്ക് മരണകാരണമല്ല. കാരണം അതിന്റെ കെട്ടിലല്ല നമ്മൾ. ന്യായപ്രമാണം നമുക്കില്ലെന്നല്ല, അതിന്റെ ബന്ധനം നമുക്കില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ മരിച്ചു. വി ബിക്കെയിം എ ന്യൂ ക്രീച്ചർ ഇൻ ക്രൈസ്റ്റ്. അതൊരു ന്യായപ്രമാണം നമ്മളെ പാപരാഗങ്ങളിൽ കുരുക്കുന്നില്ല. ദ ലോ മേക്സ് us എ captive ടു ദ മോഷൻസ് ഓഫ് സിൻ. നമുക്കിത് വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ട സെന്റൻസുകളാണ്. സോ വി വിൽ ഡു ദാറ്റ്. നമ്മളല്ല, പൗലോസ് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി 7-ാം വാക്യം മുതൽ
ഇപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കും, ഈ ന്യായപ്രമാണം ഇത്ര മോശമാണ്, എങ്ങനെയാണ് ഇത് പാപരാഗങ്ങളെ ഉണ്ടാക്കുവാണെങ്കിൽ ഈസ് ലോ ബാഡ്, ഈസ് ലോ സിൻ, വാട്ട് ഷാൽ വി സേ ദെൻ, ഈസ് ദ ലോ സിൻ? അപ്പൊ നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ന്യായപ്രമാണം നിങ്ങൾക്ക് തോന്നിയില്ലേ ഞാനിത് പറഞ്ഞപ്പോ? ന്യായപ്രമാണം പാപരാഗങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞപ്പോ എന്താ തോന്നിയത്? പൗലോസ് പറഞ്ഞപ്പം പൗലോസിന് തന്നെ മനസ്സിലായി ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ പൗലോസ് പറയുന്ന അതേ കാര്യങ്ങൾ നമ്മളും പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പൗലോസിനോട് ആൾക്കാർ ചോദിക്കുന്ന അതേ ചോദ്യം നമ്മളോടും ചോദിക്കും. ഇവിടെ പൗലോസിനോട് ആൾക്കാർ ചോദിക്കും, ആ പൗലോസേ അങ്ങനെയാണോ നീ പറയുന്നത്? അപ്പൊ ന്യായപ്രമാണം എന്താ പാപമാണോ? നമ്മളിൽ പാപരാഗം ഉണ്ടാക്കുന്ന ന്യായപ്രമാണമാണെങ്കിൽ ഈസ് ലോ സിൻ? വൈ ഡിഡ് ഗോഡ് ഗിവ് ദാറ്റ് ലോ? അങ്ങനെ പാപരാഗങ്ങൾ ഉണ്ടാക്കുന്ന നിയമം ദൈവം എന്തിനാണ് നമുക്ക് തന്നത്? ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം ആണ് നമ്മളിൽ പാപരാഗങ്ങൾ ഉണ്ടാക്കിയത്. ഓക്കെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ചോദിക്കാം, ന്യായപ്രമാണം പാപമാണോ? ദൈവമല്ലേ തന്നത്? അത് വിശുദ്ധമല്ലേ? ഒരു നാളും അരുത് അങ്ങനെ പറയരുത്. ന്യായപ്രമാണം പാപമാണെന്ന് ഒരിക്കലും പറയരുത്. എങ്കിൽ ഒരു കാര്യം പറയാതിരിക്കാനും വയ്യ, ന്യായപ്രമാണം കൊണ്ടാണ് ഞാൻ പാപങ്ങളെ അറിഞ്ഞത്. അതാണ് എന്റെ കാര്യം. എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല കേട്ടോ, അത് അവസാനം ആകുമ്പോഴേക്ക് വരുള്ളൂ. ഈ പാപരാഗങ്ങളെ ന്യായപ്രമാണം എങ്ങനെ ഉണ്ടാക്കുന്നു അത് ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അത് എഴുതാൻ പോവാണ്. ന്യായപ്രമാണം പാപരാഗങ്ങളെ എങ്ങനെ ഉണ്ടാക്കുന്നു? ഈ ചോദ്യത്തിലേക്ക് നമ്മൾ വരും ഈ അധ്യായം തീരുന്നതിന് വളരെ മുമ്പ്. ഓക്കെ, അപ്പൊ മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഇത് മോഹമാണെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. സോ ഐ വിൽ നോട്ട് ബി വറീഡ്. എനിക്കൊരു കുറ്റബോധം ഉണ്ടാവില്ല, ഞാൻ സമാധാനമായിട്ട് ജീവിച്ചേനെ. പാപമുണ്ട്, പക്ഷെ തൂക്കി നോക്കുന്നില്ല, മെഷർ ചെയ്യുന്നില്ല എന്നിൽ. അത് നമ്മള് പൗലോസ് നേരത്തെ പറയുന്നുണ്ട്, ആദം മുതൽ മോശ വരെ പാപം തന്നെയാ വാണത്, പക്ഷെ മെഷർമെന്റ് ഇല്ലായിരുന്നു, അളവില്ലായിരുന്നു, അറിയുന്നില്ലായിരുന്നു, ജനം അറിയുന്നില്ലായിരുന്നു. അപ്പൊ ജനം അറിയാതെ തന്നെ അവർക്കൊരു യജമാനെ അവർ സേവിച്ചു പോരുമായിരുന്നു. എന്നാൽ ന്യായപ്രമാണം വന്നതിന് ശേഷം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ പാപം എന്ന യജമാനെ അടിമകളാവുകയാണ്. അതാണ് വ്യത്യാസം. അതിനുമുമ്പ് അറിയില്ലായിരുന്നു, അറിയാതെ തന്നെ അടിമകളായി. പക്ഷെ ഈ ന്യായപ്രമാണം വന്ന ശേഷം അറിഞ്ഞുകൊണ്ട് തന്നെ അടിമകളാവുന്നു. കാരണം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വി നോ ദിസ് ഈസ് ദ ലോ ഓഫ് ദ ലോർഡ്, അത് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് നമുക്ക് ഇല്ലാത്തതിനാൽ ആദ്യം നമ്മൾ ന്യായപ്രമാണം അറിയാതെ തന്നെ അടിമകളായി ജീവിച്ചു, മരണം വാണു. ഇപ്പൊ ന്യായപ്രമാണം വന്നപ്പം ആ ഭാരം ചുമന്നുകൊണ്ട് തന്നെ മരണം വാണു. പ്രയോജനമൊന്നും ഉണ്ടായില്ല. വി അണ്ടർസ്റ്റുഡ് വി ആർ സിന്നേഴ്സ്. അതാണ് ന്യായപ്രമാണം നമുക്ക് ഇത് ഏറ്റവും വലിയ ഉപകാരം. മോഹിക്കരുത് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അപ്പൊ ഈ മോഹം ഉണ്ടെന്നും ഞാൻ പാപിയാണെന്നും ഞാൻ ഇന്നാഡിക്വേറ്റ് ആണെന്നും ദൈവത്തിന് മുമ്പിൽ കൊള്ളാത്തവനാണെന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എനിക്ക് ഉചിതമായത് ചെയ്തു പോകുന്നു. അപ്പൊ പാപമാണെന്ന് അറിയുന്നില്ല. ഇന്നും പാപമാണെന്ന് അറിയാത്ത ആൾക്കാർ ലോകത്തുണ്ട്. ന്യായപ്രമാണത്തിൽ പിടിക്കപ്പെടാത്ത, നല്ലൊരു മനസാക്ഷി ഇല്ലാത്ത, ആ മനസാക്ഷിയുടെ നിയമങ്ങൾ പോലും ഇല്ലാത്ത, അതിനെല്ലാം ഒരു ബ്രിങ്ങിങ് അപ്പ് ആവശ്യമാണ്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിൽ ഉരുവായി വരുന്നതാണ്. ആ മനസാക്ഷി എന്ന് പറയുന്ന സാധനം നമ്മളിൽ ഉരുവായി വന്നിട്ടില്ലെങ്കിൽ ഒരാളെ നമുക്ക് ബിസിനസ്സിൽ ചതിക്കാൻ വിഷമൊന്നും തോന്നില്ല. നമ്മൾ പറയും, ഇങ്ങനെ കളിക്കുന്നവരെ ബ്രദറെ ജീവിതത്തിൽ ജയിക്കുള്ളൂ. നമ്മൾ തന്ത്രപൂർവ്വം കരി നീക്കിയാലേ നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നീക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സഹോദരന്റെ ഒരു കുറച്ച് പൈസ അനാവശ്യമായിട്ട് നമ്മുടെ അടുത്ത് വരില്ല, അത് മോഷണമല്ലേ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ബ്രദർ, അങ്ങനൊന്നും ഇല്ല. കാരണം എന്താ, അങ്ങനെ ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം എന്തോ, അയാളുടെ ഉള്ളിൽ ന്യായപ്രമാണം പാവബോധം വരുത്തിയിട്ടില്ല. ഈസ് ഫൈൻ വിത്തൗട്ട് ദ ലോ. നിയമമില്ലാതെ ഒരുത്തിന് ഫൈനായിട്ട് തോന്നിയാൽ അതിന്റെ അർത്ഥം അവന് മരണം വാഴുന്നു തന്നെയാണ്. പക്ഷെ തൂക്കി നോക്കുന്നില്ലാത്തതുകൊണ്ട് അവന് ടെൻഷൻ ഇല്ല, പാപം ചെയ്യാൻ ഒരു ടെൻഷനും ഇല്ല. നമ്മൾ ഈ ചോദ്യം വന്നിട്ടില്ല കേട്ടോ, അതവിടെ കിടക്കട്ടെ. ഇവിടെ പറയുന്നത് പാപം മെഷർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു മാത്രമാണ്. 8-ാം വാക്യം പറയാണ്, പാപമോ ഒരവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെ ജനിപ്പിച്ചു, ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഈ വാക്യമാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. അത് ഇപ്പൊ ന്യായപ്രമാണം ഇല്ലെങ്കിൽ പാപത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് സെന്റൻസുകളാണ്.
നമുക്കിത് വിശദമായിട്ട് നോക്കാം. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി. അപ്പൊ ജീവൻ നൽകാൻ പ്രാപ്തി ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ന്യായപ്രമാണം പാപത്തെ തിരിച്ചറിഞ്ഞറിഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാതെ വീണ്ടും വേറൊരു പാപത്തിൽ കുരുങ്ങി മോഹം പാപമായി മാറി ഞാൻ വീണ്ടും അതിനകത്ത് കുരുങ്ങി, അങ്ങനെ ഞാനൊരു അടിമയായി മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട ആളായി മാറി. ഫലം പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. കണ്ടോ, ഇതെങ്ങനെയാണെന്നാണ് ഇനിയാണ് 12-ാം വാക്യം മുതലാണ് അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇത് ആ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്താണ് ശരിക്കും ന്യായപ്രമാണം ചെയ്തത്, പാപം എങ്ങനെയാണ് മുഴുത്തത്, നമ്മളിൽ വളർന്നത് എന്ന് പൗലോസ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ന്യായപ്രമാണം എങ്ങനെയാണ് പാപരാഗങ്ങളെ നമ്മളിൽ ഉണ്ടാക്കിയത്. 12-ാം വാക്യം നോക്കിയോണേ. ന്യായപ്രമാണം വിശുദ്ധം. അപ്പൊ എവിടെ പ്രശ്നം എന്നറിയോ? ഇവിടെയാ പ്രശ്നം. ന്യായപ്രമാണം വിശുദ്ധം, അത് അശുദ്ധം എന്ന് പറയുന്നവൻ അശുദ്ധൻ. ദൈവം തന്ന ന്യായപ്രമാണം ഒരിക്കലും അശുദ്ധമല്ല, അത് വിശുദ്ധമാണ്. കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പൊ ഇതിനകത്ത് ഒരു തെറ്റുമില്ല. ന്യായപ്രമാണത്തിന്റെ തെറ്റല്ല ഇത്. ഈ പാപരാഗങ്ങളെ ഉണ്ടാക്കുന്ന ആരുടെ തെറ്റല്ല? ദൈവം തന്ന ന്യായപ്രമാണത്തിന്റെ തെറ്റല്ല. ഒരു ആശ്വാസമായി അല്ലേ? പക്ഷെ ആ ന്യായപ്രമാണം കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെങ്കിലും ന്യായപ്രമാണം നല്ലതാണ്. കൺഫ്യൂഷൻ. അപ്പൊ ഇത് പൗലോസിന് അറിയാം ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന്. അത് സോൾവ് ചെയ്ത് എങ്ങനെ നോക്കിയേ. ന്യായപ്രമാണം മോശമാണ് നിങ്ങൾ വിചാരിക്കരുത്, പാപമാണെന്ന് വിചാരിക്കരുത്, അത് നല്ലത് തന്നെയാണ്. 13-ാം വാക്യം. എന്നാ പിന്നെ നിങ്ങൾ ചോദിക്കുക, എന്നാ പിന്നെ നന്മയാന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ മരണമായി തീർന്നത്? എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നുവെന്നോ? ഒരു നാളും വരുത്. ന്യായപ്രമാണമല്ല മരണകാരണമായി തീർന്നത്, പാപമാണ് മരണകാരണമായി തീർന്നത്. അത് നന്മയുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നു. അപ്പൊ പാപം എന്ത് ചെയ്യുമെന്നറിയോ? ഈ നന്മയുള്ള ന്യായപ്രമാണം വെച്ചോണ്ട് എന്നെ കൊല്ലുക. ആരാ കൊല്ലുന്നേ? പാപമാ കൊല്ലുന്നേ. പാപം എന്നെ കൊല്ലുന്നത് എന്ത് വെച്ചോണ്ടാ കൊല്ലുന്നേ? എന്നെ ശിക്ഷിക്കുന്നത് എന്ത് വെച്ചോണ്ടാ? ഈ ന്യായപ്രമാണം വെച്ചോണ്ടാ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുകയാണെ. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഈ എന്നെ മരണത്തിന് വിടണമെങ്കിൽ അതിൻ്റെ ഒരു കൽപ്പന വേണം, ഒരു നിയമം വേണം, അത് ലംഘിച്ചതായിട്ട് തെളിയണം. അല്ലാതെ കൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നോഹയുടെ കാലത്ത് വചനം പ്രസംഗിച്ചിട്ട് കേൾക്കാതിരുന്ന തടവിൽ കിടന്ന ആത്മാക്കളോട് കർത്താവ് പോയി പറയുന്നത്, അവരെ ന്യായം വിധിക്കണമെങ്കിൽ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോ അത് അപ്പൊ പാപിയായ എനിക്ക് ന്യായപ്രമാണം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യായപ്രമാണം ബിക്കംസ് എ ടൂൾ ഫോർ ജഡ്ജ്മെന്റ്. ന്യായപ്രമാണം എന്നെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു ഉപകരണമായി വരികയാണ്. എന്താ കാരണം? അപ്പോൾ നോഹ പ്രസംഗിക്കുന്ന കാലത്ത് കെട്ടപ്പെട്ട് കിടന്ന ആത്മാക്കളോട് കർത്താവ് പ്രസംഗിച്ചു അല്ലെ? അങ്ങനെ പറയുന്നത് പത്രോസിന്റെ ലേഖനം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന സുവിശേഷം പറഞ്ഞതാണ്. സുവിശേഷം പറയാൻ പറ്റത്തില്ല മരിച്ച ശേഷം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയാണ്. അപ്പൊ അന്ന് അനുസരിക്കാതെ തടവിൽ കിടന്നവരോടൊന്ന് എടുത്തു പറയുന്നത് കൊണ്ടും അതിനുശേഷം അവിടെ രക്ഷിക്കപ്പെട്ടത് വളരെ ചുരുക്കമാണെന്ന് എടുത്തു പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ചുരുക്കം പേരായിരിക്കും രക്ഷിക്കപ്പെടുന്നതെന്നും പറഞ്ഞിട്ടാണ് പറയുന്നതിന്റെ കൂടെയാണ് പത്രോസ് പറയുന്നത് കുറെ ആൾക്കാർ അങ്ങനെ നശിച്ചുപോയി. കർത്താവ് അവരുടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, വാട്ട് വാസ് ലോ, എന്താണ് നിങ്ങളോട് നോഹ പ്രസംഗിച്ചത്. കാരണം ലോ അവർക്കില്ലാതെ അവർ ന്യായം വിധിക്കാൻ പറ്റത്തില്ല. അപ്പൊ ലോ എന്ന ടൂൾ വെച്ചാണ്, ന്യായപ്രമാണം എന്ന ഉപകരണം വെച്ചാണ് ദൈവം നമ്മളെല്ലാവരെയും ന്യായം വിധിക്കുന്നത്. സോ എവ്രി വൺ ഹാസ് വൺ ലോ ഇൻ വൺ ഫോം ഓർ അനദർ. ഇതാണ് പൗലോസ് ഇവിടെ പറയുന്ന കാര്യം. അപ്പൊ എന്നെ ന്യായം വിധിക്കാനാണ് എനിക്ക് ന്യായപ്രമാണം ഉപകാരമായത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ന്യായപ്രമാണം ഇല്ലാതെ ജീവിക്കുന്ന അനേക ആൾക്കാർ ലോകത്തുണ്ട്. അവരെല്ലാം ന്യായവിധിയിലോട്ട് തന്നെ പോകുന്നത്. പക്ഷെ അവരുടെ മനസാക്ഷി ന്യായപ്രമാണത്തിന് പകരമായിട്ട് നിൽക്കും എന്നും അവിടെ പറയുന്നുണ്ട്. എന്നാൽ മനസാക്ഷി വർക്ക് ചെയ്യാത്ത ജനങ്ങളുണ്ട്, അവർക്ക് ന്യായപ്രമാണം ആവശ്യമാണ്. ന്യായപ്രമാണത്തിലൂടെയാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് പോലുള്ള അതോറിറ്റീസ് ഒരു പ്രമാണം ഇറക്കി അവരെ മോറൽ സ്റ്റാൻഡേർഡ്സ് കാണിച്ചു കൊടുക്കുന്നത്. ദൈവം ലോകമെമ്പാടും മനസാക്ഷിയുടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതും ഈ ഒന്നും മനസ്സിലാത്ത ജനങ്ങൾക്ക് പാവബോധം വരുത്താനും വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ പ്രമാണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അത് അവന് മരണത്തിന് കാരണമായി തീരുന്നു. പാപം അവനെ നിയമപ്രമാണം ഉപയോഗിച്ച് കൊല്ലുന്നു.
14-ാം വാക്യം ഇനി നോക്കിയോളൂ. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നു. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഞാനോ ജഡമയ, അതാണ് പ്രശ്നം. എന്റെ ഫ്ലഷ് ആണ് പ്രശ്നം. എന്നോട് കർത്താവ് ഇത്രയും ഭയങ്കര കൽപ്പനകളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്റെ ഫ്ലഷ് കൊണ്ട് ഒരു പരിപാടി നടക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഞാനോ ജഡമയ, പാപത്തിന് ദാസൻ. അപ്പൊ പാപത്തിന് ദാസൻ എന്ന് പറഞ്ഞാൽ പാപം അതിന്റെ ദാസൻ, സ്ലേവായ ഞാൻ. എന്റെ കയ്യിലേക്ക് എന്താ വന്നിരിക്കുന്നത്? ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം പിടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക. എനിക്ക് നന്മ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്റെ യജമാനൻ എന്നെ വിടണ്ടേ? ഇപ്പൊ ന്യായപ്രമാണം എന്നോട് പറയുവാ, നീ നന്മ ചെയ്തില്ലേ നിന്നെ കൊല്ലേണ്ടി വരും. ഞാൻ ഇത് കേട്ട് തകർന്ന് മരിച്ചവനെ പോലെ ആയിരിക്കുക. കാരണം എന്താ? എനിക്ക് നന്മ ചെയ്യണമെന്നുണ്ട്, രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷെ പാപം എന്റെ ചോയ്സ് അല്ല, പാപം എന്റെ മാസ്റ്ററാണ്. പാപം എന്റെ ഒരു ചോയ്സ് ആയിരുന്നെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ന്യായപ്രമാണത്തനുസരിച്ച് ജീവിക്കായിരുന്നു. ഞാൻ പാപം ചെയ്യാൻ തെരഞ്ഞെടുത്തതല്ല, പാപം ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചിട്ടല്ല നിങ്ങൾ ആരും പാപം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരാളുടെ ദേഷ്യം വരണമെന്ന് തീരുമാനിച്ചിട്ടല്ല നിങ്ങൾ ദേഷ്യപ്പെടുന്നത്. നിങ്ങൾക്കൊരു ദുർമോഹം ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ തീരുമാനം എടുത്തിട്ടല്ല ദുർമോഹം വരുന്നത്. ആ പാപം നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ആരെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇന്ന് 2-3 പേരുടെ കുറ്റം പറയണം, മീറ്റിംഗ് കഴിഞ്ഞോട്ടെ, തീരുമാനം എടുത്തിട്ട് പോയി കുറ്റം പറയുന്ന ആൾക്കാരുണ്ടോ? എന്നാൽ മഹാവഷളാണ് നിങ്ങളുടെ സ്ഥിതി. പക്ഷെ അങ്ങനല്ല നമ്മൾ. നമുക്കങ്ങ് തോന്നുവാ പറയാൻ. ആ സമയത്ത് പറയണ്ടെന്ന് വിചാരിച്ചാലും അങ്ങ് അമർത്തി പിടിച്ചിട്ട് പറയും, ഞാനിത് നിന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞു കേട്ടോ, നീ ആരോടും പറയരുതെന്നെങ്കിലും പറഞ്ഞിട്ട് നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ ആ പാപത്തിന്റെ വികാരം നമുക്ക് അടക്കാൻ പറ്റില്ല. ബിക്കോസ് പാപം ഈസ് അവർ മാസ്റ്റർ. ഞാൻ ഇങ്ങനെ നിൽക്കുക, അടിമ, പാപത്തിന്റെ അടിമ. എന്നിട്ട് ദൈവം എന്നോട് പറയാം, ന്യായപ്രമാണം അനുസരിക്കൂ, ന്യായപ്രമാണം അനുസരിച്ച് തന്നെ രക്ഷിക്കാം. എന്റെ പ്രശ്നം എന്താ? ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അപ്പൊ എനിക്ക് ഈ ന്യായപ്രമാണം കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് കൂടുതൽ നിസ്സഹായാവസ്ഥയും കൂടുതൽ പാപവും കൂടുതൽ റിബല്യനുമാണ്. കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങൾ പിള്ളേർക്ക് പഠിക്കാൻ പറ്റാത്ത പാരോട് തലയിലൊഴിച്ചു കൊടുക്കും, കുറെ കഴിയുമ്പോൾ ഒരു റിബൽസ് ആവും, ദൈവത്തെ വെറുക്കുന്നവരാവും, നിയമലംഘികളാവും, നിയമത്തെ ഇഷ്ടപ്പെടാത്തവരാവും, ദൈവത്തെ തള്ളി പറയുന്നവരാണ്. ബിക്കോസ് ദേ കാനോട്ട് ഫുൾഫിൽ ഇറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സുവിശേഷം കേൾക്കുമ്പോൾ സുവിശേഷകരെ കുറ്റം പറയും, വിശ്വാസത്തെ കുറ്റം പറയും, പെന്തക്കോസുകാരെ കുറ്റം പറയും ചെയ്യുന്ന ആൾക്കാരെ? അവർ ഏതെങ്കിലുമൊക്കെ പാപത്തിന് അടിമകളായിരിക്കും. അവർക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ പിന്നെ കുറ്റം പറഞ്ഞ് തടി തപ്പാന്ന് പറയുന്നത്. The law terrorizes people and makes them bigger sinners. കാരണം അവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ they reject God. ഇതാണ് പാപം നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയാണ് ന്യായപ്രമാണം ആത്മീകമാണ്, പക്ഷെ എന്റെ പ്രശ്നം ഐ എം എ സ്ലേവ് ടു സിൻ. പാപത്തിന്റെ അടിമയാണ് ഞാൻ. ഓക്കെ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഈ ഞാൻ പ്രവർത്തിക്കുന്ന അറിയുന്നില്ല, അതിന്റെ കാര്യം എന്താ? അറിയുമായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് ആ പാപത്തിൽ നിന്നും അറിയാത്ത എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവെ ഞങ്ങളുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കണം, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത തെറ്റുകൾ, അല്ലെ? അങ്ങനല്ലേ പറയുന്നത്? അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത തെറ്റുകൾ. ഇതിലേതാ കൂടുതൽ അപകടം എന്നറിയോ? ഞാൻ ആദ്യം വിചാരിക്കുമായിരുന്നു ഈ അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് ദൈവം അങ്ങനെ ശിക്ഷിക്കുമൊന്നുമില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ചെയ്തതിനല്ലേ ശിക്ഷിക്കുള്ളൂ. അറിയാതെ ചെയ്തൊക്കെ ദൈവം അറിയായ്മയുടെ കാലത്തെ ദൈവം ഗണ്യമാക്കും. പക്ഷെ പിന്നെ മനസ്സിലായത് ഈ അറിയായ്മയുടെ കാലം എന്ന് പറയുന്നത് നിസ്സാര ചില്ലറ കാര്യമല്ല. നമ്മൾ അറിയാതെ ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് നമ്മൾ അതിന് അടിമകളാണെന്ന് അർത്ഥം. ഈവൻ വിത്തൗട്ട് എ ഡിസിഷൻ വി ആർ സിന്നിങ്. അപ്പൊ അറിയാത്ത പാപം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. നമ്മൾ തീരുമാനിച്ച് പാപം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീരുമാനിച്ച് പാപം ചെയ്യാതെ ഇരിക്കാം. ഇപ്പൊ ഞാനൊരുത്തിട്ട് 2 പൊട്ടീര് കൊടുക്കണം തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ട് പൊട്ടീര് കൊടുക്കുന്നതാണെങ്കിൽ എനിക്ക് തീരുമാനം എടുത്ത് പൊട്ടിക്കാതെ ഇരിക്കാം. അതായത് ഇഫ് ദർ ഇസ് എ ചോയ്സ് വി ക്യാൻ ചൂസ് നോട്ട് ടു സിൻ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? നമുക്കൊരു ചോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേണേ പാപം ചെയ്യാതിരിക്കാനും പറ്റുമല്ലോ. നമുക്ക് ഈ വില്ലെന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യന് നല്ല ഫ്രീ വിൽ ഉണ്ടെന്നാ. മനുഷ്യൻ നല്ല ഫ്രീ വിൽ ഉണ്ട്, തിന്മ ചെയ്യാനുള്ള ഫ്രീ വിൽ ഇഷ്ടം പോലെ.
നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള ഫ്രീ വില്ലും ഉണ്ട്. പക്ഷെ വിശുദ്ധനാകാൻ അവൻ ദൈവം രക്ഷിക്കാതെ അവനെ കൊണ്ട് പറ്റിയത്. അവിടെയാണ് പ്രശ്നം. ഹി ഈസ് എ സ്ലേവ്. ആ സ്ലേവറി നമ്മൾ മനസ്സിലാക്കണം. വി കനോട്ട് ബി സേവ്ഡ് അതർ ദാൻ ബൈ ഗോഡ്. ദൈവത്താലല്ലാതെ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അതിനാണ് സ്ലേവറി എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ഫ്രീ വിൽ എന്ന് പറയുന്ന സുവിശേഷം കേൾക്കുമ്പോൾ കണ്ണു തുറന്ന് വിശ്വസിക്കാം. ദാറ്റ്സ് റൈറ്റ്. പക്ഷെ നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വിശുദ്ധ ജീവിതം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തിന്റെ ദാസ്യത്വം, പാപത്തിന്റെ അടിമത്വം. പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ വയ്യാതെ തന്നെയാണ് ഞാൻ ഈ പാപങ്ങൾ ചെയ്യുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ദാറ്റ്സ് ദ ഡേഞ്ചറസ് തിങ്. അത് പറയാണ്, ഞാൻ പ്രവർത്തിക്കുന്നതിന് അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് പിള്ളേരുടെ സ്നേഹമായിട്ട് പെരുമാറണമെന്ന്, പക്ഷെ എനിക്ക് ദേഷ്യപ്പെടുന്നവരെ ഇഷ്ടമില്ല, കട്ടിയായിട്ട് സംസാരിക്കുന്നവരെ എനിക്ക് ഇഷ്ടമില്ല, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവരെ എനിക്കിഷ്ടം. അതാ നല്ലതെന്നും എനിക്കറിയാം. പക്ഷെ എനിക്ക് തക്ക സമയത്ത് ദേഷ്യം വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയും. എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് ദേഷ്യം വന്നോണ്ടല്ലേ ബ്രദറെ ക്ഷമിക്കണം. അതാണ് പ്രശ്നം. അത് ദേഷ്യം വരാതെ ആരെങ്കിലും ചെയ്യുവോ? അതെനിക്ക് ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനെ ഈ പാപം എന്ന് പറയുന്നത്. യു ആർ നോട്ട് ആൻ ഇന്നസെന്റ് പേഴ്സൺ ഫോളിങ് ഇൻ സിൻ. യു ആർ പക്ക സിന്നർ. അതെനിക്ക് പറ്റിയില്ല ബ്രദറെ, ബലഹീനതയാ. ഇതെന്താ സാധനം? ദാറ്റ്സ് ദ സിൻ ആസ് യുവർ മാസ്റ്റർ. യു ആർ അൺഎബിൾ ടു സേവ് യുവർ സെൽഫ്. ഞാൻ ഈ ബലഹീനത എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം സിൻ ഇൻ ഇറ്റ്സ് മോസ്റ്റ് ക്രൂവൽ ഫോം. പാപം അതിന്റെ ഏറ്റവും ഭീകരവും ക്രൂരവുമായ രീതിയിൽ നിൽക്കുന്നത് നമ്മൾ അറിയാൻ വയ്യാത്ത പാപം എന്ന് പറഞ്ഞ് ഓമനപ്പേരിൽ വിളിക്കുന്ന പാവങ്ങളാ. അതിന്റെ പേരിൽ നമ്മൾ എന്തോ ഒരു സിമ്പതി ഉണ്ടാക്കിയെടുക്കുന്നറിയോ? അതെനിക്ക് കൺട്രോൾ കഴിഞ്ഞ് എന്റെ സ്വഭാവം അങ്ങനെ. ചില ആൾക്കാർ ഇങ്ങനെയും പറയും, എന്റെ സ്വഭാവം അങ്ങനെ ബ്രദറെ, പെട്ടെന്ന് ദേഷ്യം വരും. എന്റെ സ്വഭാവം അങ്ങനെയാണെന്നല്ല ഞാൻ പറയേണ്ടത്, ഞാനൊരു മഹാപാപിയാ ബ്രദറെ, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ഇല്ല. അങ്ങനെ പറയേണ്ടത്. എന്നെ പാപം ഭരിക്കുകയാണ് എന്നാ പറയേണ്ടത്. എന്റെ ശരീരത്തിലെ വികാരങ്ങൾ, ഹോർമോണുകൾ, അഡ്രിനാലിൻ അങ്ങ് ഒഴുകിയിട്ട് എനിക്ക് അവനിട്ട് 2 പൊട്ടിയിൽ കൊടുക്കുക. അപ്പൊ ഞാൻ പറയാ, അടങ്ങടാ. എന്നോട് പറയാം ആൾക്കാരെ, ചേച്ചി മിണ്ടാതില്ല, അടങ്ങടാ. ഞാൻ പറയില്ല, 2 വർത്താനം പറയാതെ ഞാൻ അടങ്ങില്ല. എന്നെ കാര്യം ഒരു രക്ഷയില്ല. സൈക്കോളജിസ്റ്റുകൾ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ചാക്കിനകത്ത് മണൽ കെട്ടി തൂക്കിയിട്ടിട്ട് നിങ്ങൾക്ക് ആരോടാണോ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അയാളുടെ പേരെഴുതിയിട്ടിട്ട് അയാളുടെ പേരവിടെ ഒട്ടിച്ചു വെച്ചിട്ട് അവനെ ഇടിക്കുന്നതായിട്ട് ഇടിച്ചോളാൻ പറയും. ഇടിച്ചിടിച്ച് നമ്മുടെ ദേഷ്യം മുഴുവൻ ഒഴുകി തീരുന്നവർ ഇടിക്കുന്നത്. ഇതിന് അഡ്രിനാലിൻ പോകാൻ വേണ്ടി. അത് നമ്മുടെ അകത്തിരുന്ന നമ്മൾ ഹൈ പ്രഷർ കൂടി പ്രാന്ത് പിടിക്കും. ബോഡി നമുക്ക് ആഗ്രഹമുണ്ട്, കോപം വരരുത്, ദേഷ്യം വരരുത്, അവനെ കാണുമ്പോൾ അവനെ സ്നേഹത്തോടെ മിണ്ടണം. കാണുമ്പോൾ സ്നേഹം വരണ്ടേ? ദാറ്റ്സ് സ്ലേവറി. വി ഡോണ്ട് നോ വാട്ട് വി ആർ ഡൂയിങ്. നമ്മൾ വെറുക്കുന്നതിനെ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പാപത്തിൽ പിടികിട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ പാപമാണ്, എന്റെ പ്രകൃതം തന്നെ പാപമാണെന്നുള്ളൊരു ഒരു തകർച്ചയിലോട്ട് വന്നിട്ടുണ്ടോ? ഓ ലോർഡ്, ഐ ആം അൺഎബിൾ ടു പ്ലീസ് യു എന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് രക്ഷകനെ വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ രക്ഷകൻ ഒരു ഓഫർ കൊടുക്കുക, ഞാൻ കുറച്ച് നന്നാവാം, നീ എനിക്ക് ഇവിടെ തരാനുള്ളത് തന്നെ. ദാറ്റ്സ് നോട്ട് സാൽവേഷൻ. സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ് വി റിസീവ് ഫ്രം ഗോഡ്. അത് എന്റെ ബലഹീനത, എന്റെ നിലവിളിയാ. എന്റെ കർത്താവേ, എന്നെ നീ രക്ഷിക്കണേ. ഐ ഡോണ്ട് നോ വാട്ട് ഐ ആം ഡൂയിങ്. ഐ ആം എ സ്ലേവ് ടു സിൻ. കർത്താവ് എന്താ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചു? അവൻ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. കർത്താവേ, പ്ലീസ് ഫോർഗീവ് ദം. കാരണം അറിയത്തില്ല അവരെന്താ ചെയ്യുന്നെന്ന്. അതൊരു നിസ്സാര കാര്യമല്ല. ബട്ട് ദേ ആർ ഹെൽപ്ലെസ് സ്ലേവ്സ്. ആ സ്ലേവറി എന്ന് പറയുന്നത് വി നീഡ് ടു മെഡിറ്റേറ്റ് ഡീപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിപ്രേവ്ഡ് ഹ്യൂമൻ ബീയിങ് ഈസ്. അതാണ് പൗലോസ് പറഞ്ഞത്. ഈ അധ്യായങ്ങൾ മുഴുവൻ പറഞ്ഞു. 7-ാം അധ്യായം ഇതൊന്ന് നമ്മൾ കാണാതെ പഠിച്ച് അത് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു അധ്യായമാണ് 7-ാം അധ്യായം. ദാറ്റ്സ് ഹ്യൂമൻ കണ്ടീഷൻ, ദ റിയൽ സ്റ്റേറ്റ് ഓഫ് മാൻ, റിയലി ഹൂ എ മാൻ ഈസ്. എന്നിൽ അടുത്ത വാക്യം പറയാണ്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ, 16-ാം വാക്യം, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ ഇച്ഛിക്കാത്തതിനെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം തന്നെ ന്യായപ്രമാണം നല്ലത്, അതുകൊണ്ടല്ലേ അത് ഇച്ഛിക്കുന്നത്. ഞാൻ ഇച്ഛിക്കുന്നത് എന്താ? ന്യായപ്രമാണം. അപ്പൊ ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പാപത്തെയാ ചെയ്യുന്നത്. അപ്പൊ ഇനി ഞാൻ സെൻട്രൽ ആയിട്ടിരിക്കട്ടെ ഒരു നിമിഷത്തേക്ക്. അടിമയാണ്, എന്നാലും സെൻട്രൽ ആയിട്ടിരിക്കട്ടെ കഥ മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഞാൻ ഇച്ഛിക്കുന്നത്, ഇച്ഛിക്കാത്തത്.
ഇച്ഛിക്കുന്നത് ന്യായപ്രമാണം, ഇച്ഛിക്കാത്തത് പാപം. അപ്പൊ എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്ത് സമ്മതിക്കുക? നല്ലത് ന്യായപ്രമാണമെന്ന് സമ്മതിക്കുക. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു. പാപം എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ടാ? എനിക്ക് നല്ലതല്ലെന്നറിയാം, മരണകാരണമെന്നറിയാം, അതുകൊണ്ട് അതിന് ഇഷ്ടമില്ല. അപ്പം ന്യായപ്രമാണമാണ് എന്റെ ഇഷ്ടം, ചെയ്യുന്നത് പാപമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, ന്യായപ്രമാണമാണ് നല്ലത്, പക്ഷെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നു. അപ്പൊ ന്യായപ്രമാണത്തെ കുറിച്ച് മോശമായിട്ടാണോ പൗലോസ് പറയുന്നത്? അല്ല, നമ്മളെ കുറിച്ചാണ് മോശമായിട്ട് പറയുന്നത്. ആയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്ര. അപ്പൊ എന്റെ ആഗ്രഹം ന്യായപ്രമാണം അനുസരിച്ച് നല്ലപോലെ ജീവിക്കണം എന്നാണ്, പക്ഷെ പ്രവർത്തിക്കുന്ന പാപമാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രവർത്തിക്കുന്ന പാപം ഉണ്ടാകുന്നത് ഞാൻ എന്ന് പറയുന്ന പാപിയുടെ പാപ പ്രകൃതത്തിൽ നിന്നാണ്. ദാറ്റ് സിൻ നേച്ചർ ഈസ് ഡൂയിങ് ഇറ്റ്. അപ്പൊ എന്റെ യജമാനായ പാപമാണ് എന്നെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കുന്നത്. ഐ എം എ സ്ലേവ് സോൾഡ് അണ്ടർ സിൻ. അതാണ് 14-ാം വാക്യം പറയുന്നത്. ഐ എം എ സ്ലേവ് സോൾഡ് അണ്ടർ സിൻ. ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്, അടിമയായി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പാപം ചെയ്യുമല്ല, പാപം നിങ്ങളുടെ യജമാനായി വാണ് ചെയ്യിപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. യു ആർ എ സ്ലേവ്. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? നിങ്ങൾക്ക് അത് സ്ലേവറി മനസ്സിലാവുന്നുണ്ടോ? ഹൗ ഡേഞ്ചറസ് ഇറ്റ് ഈസ്, ഹൗ പെയിൻഫുൾ ഇറ്റ് ഈസ്. മരണകരമായ ഒരു അടിമത്വം നമ്മളിലെ ശരീരം ആദം നിമിത്തം ആ ശരീരത്തിൽ വാഴുവോ? നമ്മൾ ഈ റോമാലേഖനം, പ്രിയ സഹോദരൻ, നിങ്ങൾക്ക് എവിടെ ചാൻസ് കിട്ടിയാലും, ഏതെങ്കിലും ഒരു അപ്പോസ്തലിക ലേഖനം, നിങ്ങൾ പോകുന്ന ഏത് സഭയിൽ പോയാലും, കേരളത്തിൽ വന്നാലും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒമാനിൽ ചെന്നപ്പോൾ ഒമാനിലെ ചർച്ചിനോട്, ഒമാൻ പെന്തക്കോസ്റ്റ് അസംബ്ലി ഞാൻ പറഞ്ഞിങ്ങനെ, സഹോദരങ്ങൾ, എല്ലാ പ്രാവശ്യം കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ പൈസയും കൊണ്ടുവരും. ഈ പ്രാവശ്യം കേരളത്തിൽ നിങ്ങൾ പൈസ കൊണ്ടുവരരുത്, കർത്താവിനെ കൊണ്ടു കൊടുക്കും. പറയണം അവരോട്, ഇതാണ് ഫെയ്ത്ത്. നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ പണത്തിന്റെ പുറകെ ഓടില്ല, കെട്ടിടം പണിയാൻ വേണ്ടി നടക്കില്ല. കർത്താവ് വരാൻ പോവാ, ഒരുങ്ങ്, വിശ്വാസത്തിൽ നീതി കണ്ടെത്തുക, ക്രിസ്തു ജീവിച്ച ജീവിതം എന്താണെന്ന് അന്വേഷിക്കുക. ക്രിസ്തുവിനേക്കാൾ വലുതൊന്നുമില്ല പറയാം. അതാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, എക്സ്പ്ലനേഷൻ ഓഫ് അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. ഇതാരും എങ്ങൊന്നും കൊണ്ടുവരുന്നതല്ല, ഇതിന് കോപ്പിറൈറ്റും ഇല്ല. ചേസ് ജോസഫ് വളരെ കഷ്ടപ്പെട്ട് 15-20 മണിക്കൂർ അധ്വാനിച്ച് പല റെഫറൻസ് നോക്കി കണ്ടുപിടിച്ച പ്രസംഗമല്ല ഇത്. ഞാനിത് പ്രസംഗിക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന മിനിറ്റുകൾ എത്രയാണെന്നറിയോ? 0. ഇത് ദൈവം തന്ന മെസ്സേജാണ്. ഞാൻ എന്റെ കയ്യിൽ ഒരു അണ്ടർലൈൻഡ് ബൈബിൾ പോലും ഇല്ല, ഒരു നോട്ട് പുസ്തകവും ഇല്ല, ഞാൻ നോട്ട് ഒരിടത്തും കുറിച്ചിട്ടില്ല. ഇത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുന്ന ബൈബിൾ. നമ്മൾ ശുദ്ധ മനസാക്ഷിയോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, പാപബോധത്തോടെ, രക്ഷിക്കണേ ദൈവമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈ ബൈബിൾ തുറന്നാൽ എന്നെ പോലെ തന്നെ, എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ ദൈവം നിങ്ങളോട് സംസാരിക്കും. കാരണം ഇത് എല്ലാവർക്കും എഴുതിയിട്ടുള്ള കത്താണ്, ആർക്കും എവിടെയും പ്രസംഗിക്കാം. ഇറ്റ്സ് നോട്ട് കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ. ഇത് പക്ഷെ നമ്മൾ എല്ലാവരോടും പറഞ്ഞേ പറ്റൂ. ബിക്കോസ് ദ ചർച്ച് ഡസന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ അപ്പോസിൽസ് ഹാവ് ടോട്ട് ദം. ഈ സ്ലേവറിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നീതിയുടെ ദാസന്മാരായി എന്ന്. പക്ഷെ അത് എങ്ങനെയാണ് എന്ന് ഒന്നും കൂടെ പൗലോസ് വിശദീകരിക്കുക. ദിസ് എക്സ്പ്ലനേഷൻ ഈസ് വെരി ക്രൂഷ്യൽ. എങ്ങനെയാണ് നമ്മൾ അടിമത്തത്തിൽ കിടക്കുന്നതെന്നും ഹൗ വി ആർ സേവ്ഡ് എന്നുള്ളതും എന്റെ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ ആണ് 7-8 അധ്യായങ്ങൾ. 7-8 ആദ്യത്തെ 5-6 വാക്യങ്ങളുമാണ്, 4 വാക്യങ്ങളുമാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ എല്ലാം ഉത്തരം തരുന്നത്. ക്രിസ്ത്യാനിറ്റിയെ മുഴുവൻ സംശയത്തിലാക്കിയിരിക്കുന്ന പല ചോദ്യങ്ങളുടെ ഉത്തരവാണ് 7-ാം അധ്യായവും 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യം. ഓക്കെ, ഞാൻ ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിക്കുന്നുവെങ്കിലോ, അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ ഇതെല്ലാം കളയാൻ പോണ്. അപ്പൊ പാപമാണ് എല്ലാം ചെയ്യുന്നത്. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, തീരുമാനമെടുത്ത ഞാൻ, ഇത്രയൊക്കെ മതി അല്ലെ? തീരുമാനമെടുത്ത ഞാൻ എന്ത് തീരുമാനം എടുത്തേക്കും? ജനുവരി 1, ഇനി ഞാൻ ഈ വർഷം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കാൻ പോവുക. ഞാൻ ബൈബിൾ ജനസിസ് തൊട്ട് റെവലേഷൻ വരെ വായിച്ചു തീർക്കാൻ പോവാം. ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും സ്നേഹമായിട്ട് പെരുമാറും. അവരെത്ര പ്രവോക്ക് ചെയ്താലും സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ അയൽവക്കക്കാരുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിക്കും. ഞാൻ വിശ്വസ്തനായിരിക്കും. രാവിലെ എഴുന്നേക്കും. കൃത്യമായ അച്ചടക്കത്തോടെ ജീവിക്കും. 2 ദിവസത്തേക്ക് ജീവിക്കും. 3-ാം ദിവസം നമ്മുടെ ശരീരം പറയും എങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ലേ, ഒരു പരിധിയില്ലേ. ഇന്ന് രാത്രി 12 മണിക്ക് കിടന്ന്, ഇന്ന് 5 മണിക്ക് എഴുന്നേക്കണം, നടക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ 8 മണിക്ക് സാരം, ദൈവം അതൊന്നും നോക്കുന്നു. 2 ദിവസം കൊണ്ട് നമ്മൾ പഴയ പോലെ ആവും, അല്ല ഒരാഴ്ച കൊണ്ട്.
ഇങ്ങനെ നമ്മൾ തീരുമാനം എടുത്തെടുത്ത് നന്നാവുമായിരുന്നെങ്കിൽ നമ്മൾ കർത്താവ് പണ്ടേ വന്നേനെ. ഒരു 15 വർഷം തീരുമാനം എടുത്തു കഴിഞ്ഞ് വിശ്വാസി നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നറിയോ? ആദ്യ സ്നേഹവും പോയി, പണ്ടത്തെ ആവേശവും പോയി, ഉത്സാഹവും പോയി. തീരുമാനങ്ങൾ മാത്രം ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ വായിക്കാം, നമുക്ക് തന്നെ വായിച്ച് ചിരിക്കാം. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഞാൻ നിങ്ങളോട് സത്യമായും പറയട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നേ ഒരു പ്രസംഗത്തിന്റെ അവസാനം നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടേ പോവുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പ്രയോജനം ഇല്ലാന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. പിന്നെ എന്താ വഴി? നമുക്ക് നോക്കാം, രക്ഷിക്കാൻ എന്താ വഴി? എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം ഈ സ്ലേവറിയിൽ നിന്ന്? ഹൗ വിൽ വി ബി സേവ്ഡ്? ഓക്കെ, 21-ാം വാക്യം. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ ഒരു വലിയ ഡിസ്കവറി നടത്തുവാണ്. എന്താണ് ഡിസ്കവറി എന്നറിയോ? തിന്മ എന്റെ പക്കൽ, എന്റെ അടുത്ത് തന്നെ, എന്റെ അവയവങ്ങളിൽ തന്നെ ഈ തിന്മ ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. ഈ തിന്മയും ചുമന്നുകൊണ്ടാണ്, ഈ മന്ദകാലം ചുമന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? നന്മ ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? എന്റെ ഹൃദയത്തിനകത്ത്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, തീരുമാനമാണ്, ഞാൻ നല്ലപോലെ ജീവിക്കും, നല്ലപോലെ പെരുമാറും, എല്ലാം ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും, സുവിശേഷ വേലയിൽ ഏർപ്പെടും, 4 പേരുടെങ്കിലും ട്രാക്ട് കൊടുക്കും, സുവിശേഷം പറയും, ഒക്കെ നല്ല ആഗ്രഹങ്ങളാണ്. പക്ഷെ അവയവങ്ങളിൽ മുഴുവൻ തിന്മയാണ്. ഈ അവയവങ്ങളിലെ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ നീതിക്ക് 2 തലങ്ങളുണ്ട്. ആ മാങ്ങാപ്പഴം ഓർത്താൽ മതി. ഈ 2 തലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബാഹ്യമായൊരു തലം. ഈ ബാഹ്യമായ തലം എന്ന് പറയുന്നത് നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന ഒരു പ്രമാണത്തിന്റെ ഒരു ലിസ്റ്റാണ്. ഉദാഹരണത്തിന് 10 കൽപ്പനകൾ നമ്മൾ എടുത്തു, നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല അതനുസരിച്ച്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്ന അന്യ ദൈവങ്ങൾ നിനക്കൊണ്ടായിരുന്നു ഈസി. നമുക്ക് വേറെ ദൈവങ്ങളൊന്നും ആവശ്യമില്ല. മേലാകാശത്ത് താഴെ ഭൂമിയിലെ വെള്ളത്തിലുള്ള ഒന്നിന്റെയും പ്രതിമ സദൃശം ഉണ്ടാക്കരുത്. പടം വരയ്ക്കാൻ പോലും അറിയാൻ മേത്ത ഞാൻ ഒന്നും ഉണ്ടാക്കാനും പോകുന്നില്ല. ദൈവത്തിന്റെ നാമം മൃത എടുക്കരുത്. അത് നമുക്ക് പെന്തക്കോസ്തുകാർക്ക് ഇത്തിരി പാടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന്റെ നാമം ചുമ്മാ എടുക്കും. ചുമ്മാ എടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വത്രം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. ഒരു കുഴപ്പമില്ല. നിങ്ങൾ 24 മണിക്കൂറും 60 സെക്കൻഡ് ഇൻറ്റു 24 മണിക്കൂർ 3600 ഇൻറ്റു 24 ഫുൾ ടൈം സ്വത്രം എന്ന് മാത്രമേ പറഞ്ഞുള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല. അതല്ല ദൈവത്തിന്റെ നാമം മൃത എടുക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ഓരോ ഡയലോഗ് അടിക്കുന്നില്ലേ, ദൈവം നിന്നോട് ചോദിച്ചോളൂ. അത് വെറുതെ ദൈവത്തിന്റെ പേരെടുക്കുക. നിങ്ങൾ തമ്മിലുള്ള വഴക്കിനകത്ത് ദൈവത്തെ ഇടപെടുത്തുന്നു, വെറുതെ. നിങ്ങൾ പറയുന്നിടത്തെല്ലാം തല്ലാൻ നടക്കുമല്ല ദൈവം. ടേക്കിംഗ് ലോർഡ്സ് നെയിം ഇൻ വെയിൻ. പിന്നെ കള്ളപ്രവചനങ്ങൾ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നടന്നില്ലെങ്കിൽ അവനെ നാട് കടത്തും, ബിക്കോസ് ഹീസ് എ ഫാൾസ് പ്രോഫറ്റ്. എന്നിട്ട് അവർ പറയും നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ കൽപ്പന പറയുന്നവർ അവർ ദൈവത്തിന്റെ നാമം വെറുതെ എടുത്ത് പ്രയോഗിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇടയിൽ നടക്കുന്ന അപകടകരമായ പ്രവണതകൾ. പിന്നെ 4-ാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ ശബത്ത് ദിവസത്തെ ശുദ്ധിയായി ആചരിക്കുക എന്നുള്ളതാണ്. ശബത്ത് ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ? ശരിക്കും പുതിയ നിയമത്തിലെ ശബത്ത് എന്ന് പറയുന്നത് ഇന്നെന്ന് പറഞ്ഞ എന്താഴ്ച? എന്നും. നാളെ രാവിലെ എഴുന്നേറ്റില്ല, ഇന്നാ. എബ്രായർ 4 പറയുന്നത് അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് എന്നൊരു ദിവസത്തെ ദൈവം വെച്ചിരിക്കുന്നത്. ലോകസ്ഥാപനത്തിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം അത് ശബത്തിനെ കുറിച്ച് തന്നെ പറയുന്നത്. അതായത് പഴയ നിയമത്തിലെ ശബത്ത് എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലെ ശബത്ത് എന്ന് പറയുന്നത് എല്ലാ ദിവസവും. ഈ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാര്, ഇപ്പം നിങ്ങളെല്ലാം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങളുടെ നാട്ടിൽ അപ്പനും പേരൻസ് ഒക്കെ കാണും. നിങ്ങൾ അവധിക്കൊക്കെ വരുമ്പോൾ പേരൻസ് സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാഴ്ചയുടെ കഴിഞ്ഞ് പോയാൽ പോരെ മക്കളെ, വല്ലപ്പോഴും അല്ലേ വരുന്നത്. ഇപ്പൊ നിങ്ങൾ കൊറോണയുടെ കാലം കൂടെ കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് അവർ പറയും 1 മാസം വരെ കഴിഞ്ഞ് പോയപ്പോൾ. നിങ്ങളതൊക്കെ കേൾക്കാനൊന്നും പോകുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹമൊന്നും മക്കൾക്ക് തിരിച്ച് മാതാപിതാക്കളോടില്ല. ഞെട്ടണ്ട, നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹം എന്തായാലും, കാരണം നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യും. അവരും അങ്ങനെയായിരുന്നു, എല്ലാവരും അങ്ങനെയാണ്. മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല, പക്ഷെ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ദൈവം ആദ്യം സൃഷ്ടിയൊക്കെ കഴിഞ്ഞ 7-ാം ദിവസം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ?
സന്ധ്യ ഉഷസായ 1-ാം ദിവസം, സന്ധ്യ ഉഷസായ 2-ാം ദിവസം എന്ന് പറഞ്ഞ് ഉൽപ്പത്തിയുടെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ സന്ധ്യ ഉഷസായ 6-ാം ദിവസം വരെ പറയുന്നുണ്ട്. ഉൽപ്പത്തി തീരുന്ന 1-ാം അധ്യായം തീരുന്ന അവിടെയാണ് 6-ാം ദിവസം. 2-ന്റെ 1 പറയുന്ന 1, 2, 3 വാക്യങ്ങൾ പറയുന്നത് സകല പ്രവൃത്തികളിൽ നിന്നും സ്വസ്ഥനായി നിവൃത്തനായി താൻ ആ ദിവസത്തെ ശുദ്ധീകരിച്ചു. പക്ഷെ അവിടെ ഒരിടത്തും ഈ സന്ധ്യ ഉഷസ 7-ാം ദിവസം തീർന്നു എന്ന് പറയുന്നില്ല. 7-ാം ദിവസം സത്യത്തിൽ തീർന്നിട്ടില്ല, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യും. 6 ദിവസം സൃഷ്ടി, 7-ാം ദിവസം വീണ്ടെടുപ്പാണ്. സന്ധ്യ ഉഷസ 7-ാം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ നിത്യതയിലായിരിക്കും. ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയായിരുന്നു, നിത്യമായ ഒരു ഡേ, ലോങ് റെസ്റ്റ് വിത്ത് ഹിസ് ക്രിയേഷൻ. പക്ഷെ ഇതിനിടയ്ക്ക് ഇവന്മാർ ഈ പഴം പറിച്ചു തിന്നു. പഴം പറിച്ചു തിന്നോടുകൂടി എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അറിയാതെ സംഭവിച്ചല്ല, ഈ മാനുഷ്യമായിട്ട് നോക്കുമ്പോൾ പഴം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ അടുത്ത് ഇരിക്കാൻ അധികം നേരം ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ 10 മണിയാവും നോക്കിയിരിക്കുമായിരിക്കും. അതാണ് ഈ കുഴപ്പം. കാരണം അത്രയൊക്കെ പറ്റൂ. ദൈവത്തിന്റെ അടുത്ത് നമുക്കൊരു ടൈമുണ്ട്, കാരണം അതിൽ കൂടെ നമ്മൾ മടുക്കും. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എപ്പോഴും നമ്മൾ അവന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന്. പക്ഷെ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ തന്നെ സ്വീകരിച്ചത് കൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്നെ കൊണ്ട് അത് പറ്റിയല്ല, നീ 6 ദിവസം അധ്വാനിച്ചോ, 6 ദിവസം നിന്റെ പണിയെല്ലാം ചെയ്തോ, ഒരു ദിവസമെങ്കിലും നീ എന്റെ കൂടെ വന്നിരിക്കുമോ. അതാണ് പഴയ നിയമത്തിലെ ശബ്ദം. പുതിയ നിയമത്തിൽ കർത്താവ് പറയാ, നീ എങ്ങോട്ടും പോണ്ട, നീ എന്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി, നീ എന്ത് പണി ചെയ്താലും ആത്മാവായ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും ആ സ്വസ്ഥതയിലേക്ക്, ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ആഴ്ച അവസാനം വരെ കാത്തിരിക്കേണ്ട, ഇന്ന് പ്രവേശിക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എബ്രായ ലേഖനം 4-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. ഞായറും തിങ്കളൊന്നുമില്ല, എല്ലാ ദിവസവും യഹോവ ഉണ്ടാക്കിയ ദിവസം, എല്ലാ ദിവസവും നമുക്ക് ദൈവവുമായി സ്വസ്ഥമായിരിക്കാം. കഠിനാധ്വാനത്തിന്റെ നടുവിൽ നമുക്ക് സ്വസ്ഥത ആചരിക്കാൻ പറ്റും. സ്വസ്ഥത എന്ന് പറയുന്നത് തന്നെ ദൈവിക വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ്. ലോകം മുഴുവൻ ഇളകി മറിയുമ്പോഴും കൊറോണ, ഇത് രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യം, എനിക്ക് മാത്രം ഒരു കൂസലുമില്ല. അതിന് നടുവിലൂടെ ഞാൻ കർത്താവിൽ സന്തോഷം എടുക്കും. എ മൈൻഡ് ദാറ്റ് ഈസ് നോട്ട് പ്രിട്ടേർബ്ഡ്, എ മൈൻഡ് ദാറ്റ്സ് അറ്റ് പീസ്, അതിനെയാണ് സ്വസ്ഥമുള്ള മനസ്സ്. കർത്താവിനെ ക്രൂശിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സ്വസ്ഥതയാ മനസ്സിൽ. നമ്മൾ വല്ല ആയിരുന്നെങ്കിൽ ആ ദേശം മുഴുവൻ ആലറി വിളിച്ച് ആൾക്കാരെ മുഴുവൻ കൂട്ടിയ. ക്രിസ്തുവിന്റെ ക്യാരക്ടറിന്റെ ഏറ്റവും നോട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവന്റെ സ്വസ്ഥതയാണ്. ഭയങ്കര സ്വസ്ഥതയായിരുന്നു. അവന്റെ സ്വസ്ഥത ഒരു നിമിഷം അവൻ ആഗണിയാക്കി മാറ്റുന്നത് നമുക്ക് വേണ്ടിയാണ്. ആ രക്തം വിയർപ്പ് തുള്ളികളായിട്ട് വീഴുന്ന ഒരു ആഗണി കർത്താവ് അനുഭവിച്ചിട്ടില്ലെന്നല്ല അതിനർത്ഥം. അവിടെ എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ള പ്രസാദവും പൂർണ്ണമായ സമാധാനം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. Doesn't mean he did not have pain, he did not have suffering, he suffered in his body. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി വെളിയിൽ വീണു, അവന്റെ ശരീരത്തിൽ ഭയങ്കരമായ സഫറിങ് ഉണ്ടായിരുന്നു. But he was always at peace with his father. He was never agitated. അതാണ് ശബത്ത്. അത് പാടാ, മാങ്ങാണ്ടിയാ. ശനിയാഴ്ച ഒരു ദിവസം വീട്ടിൽ കുത്തിയിരിക്കുന്നത് മാങ്ങാപ്പഴമാണ്, ഈസി. അങ്ങനെ ഏത് കൽപ്പനകൾ നമ്മൾ നോക്കിയാലും അതിനെല്ലാം ഒരു പെരിഫറൽ ലെവലിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു തലമുണ്ട്. അതുപോലെ ഒരിക്കലും സാധിക്കാത്ത ഒരു ആന്തരിക തലമുണ്ട്. പഴയ നിയമത്തിൽ അത് വിശദീകരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന് പറഞ്ഞു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. ഈ 2 കൽപ്പനകളാണ്. മാങ്ങാണ്ടി അത് പറ്റില്ല, ബാക്കിയെല്ലാം ചെയ്യാം. പുതിയ നിയമത്തിൽ ഒത്തിരി കടും കൽപ്പനകൾ കർത്താവ് എന്നിട്ട് പറയാം. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞെന്നറിയോ, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാമെന്നല്ല, അതെല്ലാം അങ്ങനെ തന്നെയുണ്ട്, നിവർത്തിക്കാൻ വന്ന. കാരണം നിങ്ങൾ പഴം തിന്നിട്ടുള്ള അതിനകത്തിരിക്കുന്ന സാധനം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിനെ നിവർത്തിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അകത്തുള്ള സാധനം ഞാൻ കാണിച്ചു തരാം, അത് ഞാൻ കഴിക്കാൻ പോവാന്ന് പറഞ്ഞതിന് അർത്ഥം. ഹി ഈസ് ഗോയിങ് ടു ഫുൾഫിൽ ദ ലോ, കംപ്ലീറ്റ് ദ ലോ, പെർഫെക്റ്റ് ദ ലോ, ഫിനിഷ് ദ ലോ. അപ്പൊ കർത്താവ് പറഞ്ഞ മുഴുവൻ മാങ്ങാണ്ടിയാ. അവൻ അതിനകത്ത് കട്ട് ചെയ്ത മാങ്ങാണ്ടി വെള്ളോട് എടുത്തിട്ട് പറഞ്ഞു, എന്റെ കണ്ണ് ചൂടുന്നിടത്ത് എറിഞ്ഞ് കളയുക. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാണ്, ഒറ്റ കൽപ്പനയാക്കി ഞാനിത് ചുരുക്കാം, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതേ സ്നേഹം നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ. പത്രോസ് വിചാരിച്ചു, ഓ സിമ്പിൾ, പണ്ടൊക്കെ എന്തെല്ലാം പണി ചെയ്യണ. ഇപ്പൊ കർത്താവ് പറയുന്നതാണ്, ഇതാണ് സിമ്പിൾ, കൽപ്പനകളൊന്നുമില്ല, സ്നേഹിച്ചാൽ മതി. വാ ഗ്രേറ്റ്. പത്രോസ് ഒരു തീരുമാനം എടുത്തു, സ്നേഹിതനെ സ്നേഹിക്കുക. അല്ലെ? യോഹന്നാൻ 15:12. തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനെ, അതിന് മുമ്പത്തെ വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. അത് യോഹന്നാൻ 15:12. പത്രോസ് അപ്പൊ തന്നെ തീരുമാനിച്ചു, ഞാൻ യേശുവിനെ തെരഞ്ഞെടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഉടനെ കർത്താവ് പറയാണ്, ഈ സ്നേഹം ചുമ്മാ പറഞ്ഞാൽ പോരാ,
എന്താണ് ആ സ്നേഹം? ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചത്? തന്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നേക്കാളും അധിക സ്നേഹം ആർക്കും. പത്രോസിന്റെ മനസ്സിലൊരു തീരുമാനം എടുത്തു ഞാൻ വിചാരിക്കുകയാണ്. അന്നേരം കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. തീരുമാനം സ്നേഹിക്കാൻ പോകും. നിങ്ങളും തീരുമാനം എടുത്തേ, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. തീരുമാനം എടുത്തോ. എങ്ങനെയുണ്ടാ തീരുമാനം നമുക്ക് നോക്കാം. കർത്താവ് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ആരെന്ന് ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ കർത്താവ് പറഞ്ഞു. ദൈവം കർത്താവിനോട് ചോദിക്കും, എന്റെ കർത്താവേ, നീ എന്തിനാ എന്നെ കുറിച്ച് ഇങ്ങനെ ഭാരപ്പെടുന്നു? എന്റെ വിശ്വാസം എങ്ങോട്ട് പോകാനാ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാന്ന് ഞാനല്ലേ കണ്ടുപിടിച്ചുള്ളൂ. അന്ന് നീ തന്നെ പറഞ്ഞല്ലേ പാറ പോലത്തെ വിശ്വാസം ഇത്. ഇതിന്റെ മേലിൽ, ഈ വിശ്വാസത്തിന്റെ മേലിൽ, ഈ കൺഫെഷന്റെ മേലിൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് നീ അന്നേ പറഞ്ഞല്ലേ. നീ എന്റെ വിശ്വാസം പോകുമെന്ന് വിചാരിച്ച് നീ ടെൻഷൻ അടിക്കണോ? എന്റെ വിശ്വാസം ഒന്നും അങ്ങനെ പോകില്ല. പത്രോസ് എങ്ങനെയാണ് മറുപടി പറയുന്നറിയോ? നീ മരിക്കുവാണെങ്കിൽ നിന്റെ കൂടെ മരിക്കാനും, നീ തടവിലായി പോവുകയാണെങ്കിൽ നിന്റെ കൂടെ തടവിലാകുവാനും ഞാൻ റെഡി ആയിട്ടിരിക്കുവാന്നാ. എന്ന് പറഞ്ഞാൽ അർത്ഥം, നിന്നെ അവർ ക്രൂശിൽ ഉയർത്തിയാൽ അടുത്തൊരു ക്രൂശിൽ ഞാനും ഉണ്ടാവും. ഹൗ ഈസി അല്ലേ? എന്ത് ഈസി അല്ലേ? ഇത് നിന്നെ അവര് ജയിലിലെങ്ങാനും പിടിച്ചിടുവാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ജയിലിൽ വന്ന് നിന്നെ സഹായിക്കും. അത്ര സ്നേഹമുള്ള ആളാണ് ഞാൻ. എന്നെ നീ സംശയിക്കരുത് കേട്ടോ. കർത്താവ് പറഞ്ഞു, മോനെ പത്രോസേ, നിനക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം നിനക്കുണ്ട്. കാണുന്നുണ്ടോ? നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം നിനക്കുണ്ട്. പക്ഷെ നിന്റെ കയ്യിൽ മുഴുവൻ തിന്മ ഇരിക്കുക. അതുകൊണ്ട് നിന്നെ കൊണ്ടൊന്നും നടപ്പാവൂല. നേരം വെളുക്കുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. അത് ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. കോഴി കൂന്നതിന് മുമ്പ്. പത്രോസ് അന്നേരം തള്ളി പറയും. എന്റെ തല പോയാൽ ഞാൻ കർത്താവിനെ തള്ളി പറയും. ഇനി നമ്മളൊക്കെ എങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക? അതൊരു പട്ടാളക്കാരൻ്റെ മുമ്പിൽ തള്ളി പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ഒരു പെൺകുട്ടി വന്നവനോട് ചോദിച്ചു, നീ ആ ഗലീലക്കാരന്റെ കൂടെ ഉള്ളതെല്ലാം ചോദിച്ചപ്പോ, ഇവൻ തള്ളി പറഞ്ഞാലും പോട്ടെ, പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്ന് എങ്ങാണ്ടെന്ന് വന്ന ഒരു ഗലീലക്കാരൻ എന്റെ ജീവൻ ഇപ്പൊ കളയുന്നു പറഞ്ഞു. കുറച്ചുപേരായുള്ളൂ തീരുമാനം എടുത്തിട്ട്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് വരണ്ടേ? ഈ സ്നേഹം, അഗപ്പെ, ലോകത്തുള്ള എല്ലാ വികാരങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ഹോർമോണുകൾ മതി. ദേഷ്യം, സ്നേഹം, നമ്മുടെ മാനസിക സ്നേഹം, കാമം, വൈരാഗ്യം, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ബ്രെയിന് പറ്റും. പക്ഷെ അഗപ്പെ മാത്രം ഒരു രക്ഷ. അത് ആത്മാവിന്റെ ഫലമായിട്ടല്ല നമ്മൾ വരികയല്ല. ഒരു ശരീരത്തിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പത്രോസ് പഠിച്ച പണി 18 നോക്കി നടന്നേ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് ഇൻ അവർ ഫ്ലഷ് ദാറ്റ് ഡസ് നോട്ട്. ഒരു നന്മയും ജഡത്തിൽ നിന്ന് വരുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വികാരം ഉണ്ടാകണ്ടേ? സ്നേഹമെന്ന വികാരം ഉണ്ടാകണ്ടേ? ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവനെ കാണുമ്പോൾ ക്ഷമ വരണ്ടേ ഉള്ളില്? അതിന്റെ ശരീരം അതിനുള്ള ഹോർമോണോ കെമിക്കലോ ഒന്നും എനിക്ക് തരുന്നില്ല. And that thought is not supplied to me. പത്രോസിന് അവസാനം കർത്താവ് ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് പിടുത്തം. ഇംഗ്ലീഷ് വായിക്കരുത് ബൈബിള്, ഗ്രീക്കിൽ വായിക്കണം, അല്ലെ മലയാളത്തിൽ വായിച്ചാലും മതി. ഗ്രീക്ക് അറിയത്തില്ലല്ലോ, മലയാളത്തിൽ വായിച്ചാൽ. ഇംഗ്ലീഷിനകത്ത് പോരാ. ഗ്രീക്ക്, മലയാളം, ഓർ തെലുഗു, ഓർ തമിഴ്, ഓർ ഹിന്ദി, ഏത് ഭാഷയായാലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് മാത്രം വാക്യം വായിക്കരുത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഓക്കെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം. എന്നെ 1997 സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചത് ഈ വാക്യം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വാക്യം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു അശരീരിയായിട്ട് ഞാൻ ആദ്യമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് 1997 മാർച്ചിലാണ്. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി മാത്രമേ അശരീരിയായിട്ട് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഉള്ളിലുള്ള ആത്മാവിന്റെ സ്പന്ദനങ്ങളായി, ബബിൾസായി, തോട്ട്സായി അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ഈ 2 പ്രാവശ്യം ജീവിതത്തിലെ 2 പ്രധാന വേർതിരിവുകളുടെ സമയത്ത് മാത്രമാണ് എനിക്ക് 1997-ലും 2014-ലും 2 പ്രാവശ്യമാണ് എനിക്ക് അശരീരി പോലെ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഞാൻ വായിക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചു. അതിനവൻ, ഇല്ല കർത്താവേ,
എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് ഉത്തരം പറഞ്ഞു. പക്ഷെ നല്ല ഭാഷയിലാണ് പറഞ്ഞു. എങ്ങനെ പറഞ്ഞെന്നേക്ക്, അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചു. അത് ഗ്രീക്കില് നിനക്ക് എന്നോട് അഗപ്പെ ഉണ്ടോ എന്നാണ് ചോദ്യം. അഗപ്പെ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്നേഹം, മരിക്കുന്നവരെയുള്ള അൺകണ്ടീഷണൽ ലവ്. അവന്റെ ഉത്തരം എന്താണെന്നറിയോ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹം പറയുന്നില്ല കേട്ടോ, പ്രിയമുണ്ട്. നേരത്തെയാണെ പറഞ്ഞേനെ, തോറ്റിരിക്കുന്നോണ്ട് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. ഹിന്ദിയിൽ പറയുമ്പോൾ മുജ് പർ പ്രേം രക്തേ ഹോ എന്ന് കർത്താവ് ചോദിക്കുന്നു. പത്രോസ് പറയുന്നു പ്രിയ ഹേ, ഇഷ്ടമുണ്ട്. തമിഴില് അൻപായിരിക്കാർ എന്ന് ചോദിക്കുന്നു. നേശിக்கிறேன், രണ്ട് വാക്കുകളാണ്. ഗ്രീക്കിലും അങ്ങനെ തന്നെ. ഇംഗ്ലീഷിൽ പിന്നെ എല്ലാം ലവ്. അതുകൊണ്ട് പിന്നെ അവർക്ക് അതിന്റെ വ്യത്യാസമൊന്നും പ്രശ്നമില്ല. വേണേ ലൈക്ക് എന്ന് എഴുതാമായിരുന്നു, പക്ഷെ സംഹൗ ദേ ഡിഡ് നോട്ട് റൈറ്റ്. രണ്ടാമത്തെ വാക്ക്, രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഇവരിൽ അധികമായി എന്നുള്ള കട്ട് ചെയ്തു, ഇത്തിരി ഗ്രേഡ് കുറച്ചു. സ്നേഹമുണ്ടോ? ഇത്തിരിയെങ്കിലും ഉണ്ട്. ശീമോൻ പത്രോസ് പിന്നെയും പറയാ, ഉവ്വ് കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുള്ളൂ. നീ കർത്താവ് മൂന്നാമത് അവനോട് എന്താ ചോദിക്കുന്നെങ്കിൽ, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? കർത്താവ് താഴോട്ട് വന്നു, ഇഷ്ടമെങ്കിലും ഉണ്ടോ? അപ്പോഴവൻ കരയുന്നത്. എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് നിനക്ക് അറിയാലോ. ഇഷ്ടമുണ്ട്, പക്ഷെ എന്താകുന്നില്ലത്, കർത്താവിനോട് മരിക്കാൻ പറ്റുന്നില്ല. അതിനാണ് അഗപ്പെ എന്ന് പറയുന്നത്. ശരിക്കും കർത്താവ് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു ചോദിക്കുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താ? പത്രോസെ, നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണോ? ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാനും നീ തയ്യാറാണോ എന്നാണ് കർത്താവ് ശരിക്കും ചോദിച്ചത്. അങ്ങനെയാണ് കർത്താവ് ചോദിച്ചത്. നമുക്ക് എങ്ങനെ അറിയാം? അതിന്റെ താഴത്തെ വാക്യത്തിൽ, മൂന്നാമത്തെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയും, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളത് നടന്നു. ദെൻ യു വെയർ യുവർ മാസ്റ്റർ. അന്ന് നിനക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ നീ വയസ്സനായ ശേഷം, ബലഹീനനായ ശേഷം, നിന്റെ ബലം നീ നഷ്ടപ്പെടുത്തുന്ന സമയത്ത്, വെൻ യു ആർ ഓൺ ദ ക്രോസ്, മേ ബി നമുക്ക് അങ്ങനെ പറയാം, നീ നിന്റെ ബലത്തിൽ ആശ്രയിക്കാത്തൊരു സമയത്ത് വേറൊരുത്തൻ വന്ന് നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അതൊരു പ്രോമിസാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് അതൊരു പ്രോമിസാണ്. ആ പ്രോമിസ് എന്താണെന്നറിയോ? ഒരു ദിവസം നീ എനിക്ക് വേണ്ടി മരിക്കാൻ പറ്റും. യു വിൽ വൺ ഡേ ഡൈ ഫോർ. അതിന്റെ താഴെ പറയുന്നതാണ്, അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. ഹി വിൽ ഹാവ് വൺ ഡേ ഷോയിങ് ദാറ്റ് അഗപ്പെ. ഹി വിൽ ബി ഷോയിങ് ദാറ്റ് അഗപ്പെ വൺ ഡേ. അതൊരു ദിവസം അവനിൽ നിന്ന് വെളിപ്പെട്ട് വരും, ക്രിസ്തുവിന് വേണ്ടി മരിക്കാനുള്ള സ്നേഹം. പക്ഷെ അവന്റെ ശരീരത്തിൽ അത് ഉണ്ടാവില്ല. പക്ഷെ ആത്മാവിന്റെ ഫലമായി ആ സ്നേഹം അവനിൽ വാഴും. ക്രിസ്തു അവനിൽ ജീവിക്കും. ദാറ്റ് ലവ് വിൽ ബി മാനിഫെസ്റ്റഡ് ത്രൂ ഡെത്ത്. ഒരു വലിയൊരു പ്രോമിസാണ്. ഒരു പ്രോമിസായിട്ട് എടുത്തു നോക്കി, ഒരു ദിവസം ഞാൻ അവന് വേണ്ടി മരിക്കാൻ തക്കവണ്ണം അവന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നു. ഞാനിന്ന് എന്നെ നോക്കുമ്പോൾ അത് കാണുന്നില്ല, ബട്ട് വൺ ഡേ ഐ വിൽ ഡൈ ഫോർ യു. അത്രയും സ്നേഹം അവൻ എൻ്റെ ഉള്ളിൽ തരും. That Holy Spirit will lead me to that sanctification. So that's a promise. One day I will be like him. Like he gave his life for me, I will also give my life to him. അങ്ങനെ ഒരു കോൺസെക്രേഷനിലോട്ട് ദൈവം എന്നെ നടത്തും. അത് ഞാനൊരു പ്രവചനമായിട്ടല്ല, അത് ഞാനൊരു വാഗ്ദത്തം. I take that as a promise. ഞാൻ പറയാൻ കാരണം, നമ്മുടെ ജഡത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടും പ്രയോജനമില്ല. അതവർ പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരുവാണ്. എങ്ങനെയാണ് പാപരാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും? ഞാൻ ഇതിന് ഉത്തരം ഒരിക്കൽ ആദ്യത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അധ്യായം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പാപത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനിത് പറഞ്ഞായിരുന്നു. നമ്മൾ ന്യായപ്രമാണത്തിൽ ഓരോ കൽപ്പന അനുസരിക്കുമ്പോഴും വി ആർ ഡിസ്റ്റൻസിങ് അവർസെൽസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നമ്മൾ അകന്നകന്ന് പോവാം. ഫ്ലഷ് ഒബീഡിയൻസിന്റെ പ്രോബ്ലം അത്. ശാരീരികമായ ഒബീഡിയൻസ്, ആത്മാവിൽ നിന്നല്ലാത്ത. അതുകൊണ്ടാ വേദപുസ്തകത്തിൽ പറയുന്ന വിശ്വാസമില്ലാത്ത പ്രവൃത്തികളെല്ലാം, വിശ്വാസം കൂടാതെയുള്ള എല്ലാ പ്രവൃത്തികളും പാപമാണ്.
നിർജീവമാണ്, ദൈവത്തിന് പ്രസാദമില്ലാത്ത. നമ്മൾ ഈ ന്യായപ്രമാണത്തെ എവിടെ അനുസരിച്ചാലും, when we are a slave, if we are trying to obey the law, സംഭവിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെടാൻ പറ്റാത്തവരും സ്വയനീതിക്കാരും മറ്റുള്ളവരെ വിധിക്കുന്നവരും കഠിന ഹൃദയങ്ങളും മാറുന്നുള്ളതാണ്. ന്യായപ്രമാണം ഏറ്റവും നല്ലപോലെ അനുസരിക്കാൻ ശ്രമിച്ച പരീശന്മാരാണ്. അവരുടെ അവസ്ഥ എന്തായിരുന്നു? they could not even find salvation. കാരണം എന്താ? they gloried in their works. അവർ ചെയ്ത പ്രവൃത്തികളിൽ അവർ പ്രശംസിച്ചു. കാരണം അവരുടെ ജഡം എന്ന് പറയുന്ന സാധനം വ്യക്തമായി നമ്മളോട് കണക്ക് പറയുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അപകടമാണ്. അയാൾക്കല്ല അപകടം, നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ മനസ്സൊരു കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്, അയാളെ ഞാൻ അത്ര സഹായിച്ചതാണ്, ഒന്ന് നന്ദിയെങ്കിലും അയാൾ എന്നോട് പറയണം. എന്തിനാ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്നറിയോ? ബിക്കോസ് യുവർ ഫ്ലഷ് ഡിഡ് ഇറ്റ്. ജഡമാണ് ചെയ്തത്. ജഡത്തിന് തന്നെ തൃപ്തി വന്നേ പറ്റൂ. ഒരു കാര്യവും ജഡം തിരിച്ചിങ്ങോട്ടൊരു പുകഴാതെ ചെയ്യുന്നില്ല. എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ തെറ്റിദ്ധരിക്കണ്ടേ, പറയില്ല. ഞാൻ ഒരു ദിവസം ഒരു പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പറഞ്ഞേക്കാം, എന്തിനാ ലജ്ജിക്കുന്നത്? അവരെന്റെ കുറച്ച് പൈസ തന്നു, ഞാൻ വാങ്ങിച്ചില്ല, തിരിച്ചു കൊടുത്തിട്ട് പോകും. പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ പൈസ ഉണ്ട്. ഞാൻ ഇങ്ങനെ തിരിച്ച് പോരുന്ന വഴിക്ക് എന്റെ ഉള്ളിലേക്ക് വരുമോ, കണ്ടോ ഞാൻ പൈസ മേടിക്കാതെ പോകുന്നതാണ്. അവർക്ക് എന്നോട് ഒന്നും കൂടെ ഒരു നന്ദി പറഞ്ഞു വിടാമായിരുന്നു. എന്റെ ഉള്ളിൽ തോന്നുന്നു അതിലും ഭേദം പൈസ മേടിക്കുന്നതായിരുന്നു. കാരണം ഞാൻ മറ്റുള്ളവരെക്കാൾ എല്ലാം നീതിമാനായി എന്റെ ഉള്ളിൽ ഞാൻ വരുക. വെൻ ഐ എം ഡൂയിങ് സംതിങ്, ഞാനിത് പറയണമെന്ന് ഉദ്ദേശമല്ല, ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വെൻ വി ആർ ഡൂയിങ് എ റൈച്ചസ് ആക്ട് ബൈ അവർ ഫ്ലഷ്, അത് നമ്മളെ ഒരു സ്വയ പുകഴ്ചയ്ക്കും മാനസാന്തരപ്പെടാൻ അത്രയും പ്രയാസത്തിലേക്ക് നമ്മളെ നയിക്കുക ചെയ്യുന്നു. നിങ്ങൾ ആ ഡേഞ്ചർ കണ്ടിട്ടുണ്ടോ? ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലും അതുപോലെ പല കാര്യങ്ങളും ഞങ്ങൾ പുകഴ്ന്ന് നടന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു, ഞാൻ പ്രസംഗിക്കുന്ന വളർത്തിയ കാര്യമൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ആൾക്കാർ വിചാരിക്കും, അയ്യോ എന്ത് നല്ല മനുഷ്യൻ, എന്ത്. ശരിക്കും ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പാസ്റ്റർ പ്രസംഗം കേട്ട ശേഷം ഞങ്ങൾക്ക് ഒന്ന് ദത്തെടുത്ത് കൊച്ചുങ്ങളെ വളർത്തിയാൽ കൊള്ളാൻ തോന്നി. ഞാൻ അതോടെ നിർത്തിയ പരിപാടി. കാരണം അവർ മനസ്സിലാക്കുന്ന ഈ അഡോപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അകത്ത് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വികൃതി സഹിക്കാൻ പറ്റത്തില്ല. കൺട്രോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അതേസമയത്ത് നമ്മുടെ ഒരു പ്രകൃതവുമല്ല, നമ്മൾ അവരോട് എന്തോ കരുണ കാണിച്ചെന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് താനും. അവനൊന്നും ഇല്ലാത്തവനെ ഞാൻ സപ്പോർട്ട് ചെയ്തതാന്ന് ഒരു ചിന്ത എന്റെ ഉള്ളിൽ ഉണ്ട് താനും. എന്നിട്ട് അവൻ എന്നോട് തറുതല പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ബിക്കോസ് ഐ എം എ ഫ്ലഷ്. ഈ സാക്ഷ്യം എല്ലാം പറയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ച് എന്ത് വലിയ സ്ട്രഗിളാ അവിടെ കർത്താവിനെ വെളിപ്പെടുത്താൻ വേണ്ടി ചെയ്തെന്നുള്ള കാര്യം അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റില്ല. So when I am glorying in some works that I did, എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ള ആന്തരികമായ വിശദീകരണത്തിനുള്ള നിലവിളി എന്തായിരുന്നു, അതിൽ തോറ്റത് എങ്ങനെയാണ്, അതിനകത്ത് കർത്താവ് രക്ഷിച്ചത് എങ്ങനെയാണ്, കൃപ കാണിച്ചത് എങ്ങനെയാണ്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ദിസ് ചേഞ്ചസ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഓരോ പ്രവൃത്തികൾ ഓരോ സ്വയപുകഴ്ചയ്ക്കായി മാറി അത് നമ്മൾ വേറൊരു തരം പാപരാഗങ്ങളെ സൃഷ്ടിച്ച് മൂവ്മെന്റ് ഓഫ് സിൻ, പാപം ഒരിടത്ത് മോഷൻ ഓഫ് സിൻ, ഓർമ്മയുണ്ടോ? പാപം ഒരു ലോക്കസിൽ നിന്ന് മറ്റൊരു ലോക്കസിലോട്ട് ഷിഫ്റ്റ് ആവും. ഈ പാപത്തിന്റെ ലോക്കസ് മാറിക്കൊണ്ടിരുന്നതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ഈ കൊറോണയുടെ ഏറ്റവും വലിയ പ്രശ്നം, വൈറസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. HIV വൈറസിന് ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് കരുതി കൊറോണയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജലദോഷം വൈറസ് പോലത്തെ ഒരു വൈറസാണ്. എന്നാൽ HIV വൈറസ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വൈറസാണ്. അത് ഒളിച്ചിരിക്കും മരുന്നിലും, ഭയങ്കര ട്രിക്കിയാ. ലൊക്കേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് നമ്മുടെ ആ പൊസിഷൻ ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാപത്തെ കൈകാര്യം ചെയ്യാൻ പ്രയാസമായിട്ട് വരും. വെൻ വി ആർ ട്രൈങ് ടു ജസ്റ്റിഫൈ അവർസെൽസ് ബൈ വർക്ക്സ്, അത് 9-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പ്രവൃത്തി കൊണ്ട് നമ്മൾ നീതീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാവിലല്ലാതെ വിശ്വാസത്താൽ അല്ലാതെ, ഇഫ് യു ഗ്ലോ എ ഗുഡ് വർക്ക് ഇൻ വിച്ച് യു ഗ്ലോറി, നിങ്ങൾ പുകഴുന്ന ഒരു സൽപ്രവൃത്തി നിങ്ങൾക്ക് വരാവുന്ന അപകടം നിങ്ങളുടെ പാപത്തിന്റെ ലൊക്കേഷനെ നിങ്ങൾ മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ആ ലൊക്കേഷൻ കുറച്ചും കൂടെ പിടിതരാത്ത ഒരു ആന്തരിക തലത്തിലേക്ക് അതിനെ മാറ്റി മാനസാന്തരപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായി. That's how law creates in an unregenerate man. വീണ്ടും ജനിക്കാത്ത ഒരു പാപ മനുഷ്യനിൽ, ജഡമനുഷ്യനിൽ പാപത്തിന്റെ ലൊക്കേഷൻസ് ഷിഫ്റ്റ് ചെയ്യുന്നത് വഴി ശരിക്കും സംഭവിക്കുന്നത്
he becomes unrepentant and hard-hearted. ഇത്രയും ഭയങ്കരമായ അനാലിസിസ് ലോകത്തിൽ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ? ലോകത്തിൽ ഏത് മതഗ്രന്ഥം എടുത്താലും കൽപ്പന അനുസരിച്ച് സ്വർഗത്തിൽ പോകാന്നല്ലേ പറയുള്ളൂ. ബട്ട് ഹിയർ ബൈബിൾ പറയുന്നത് ഒരു മനുഷ്യൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സാമ്പിൾ തോന്നുന്നു, ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ഒരു റണ്ണിങ് റേസ് വെച്ചിട്ട് ഇതിൽ ആദ്യം ചെല്ലുന്നവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു കൽപ്പന ദൈവം പറഞ്ഞില്ല. എന്നെ അഹങ്കാരിയാക്കി മാറ്റാനേ പറ്റുള്ളൂ. ഞാൻ ജയിച്ചാൽ എനിക്ക് നുറുങ്ങിയ ഹൃദയം ഉണ്ടാവില്ല. ദൈവത്തിന് നന്ദിയും പറയല. ഞാൻ ഓടിയെടുത്ത എന്നെ ചൊല്ലി അഭിമാനിക്കുള്ളൂ. That way I am not changing. I am only shifting my sin from one locus to another locus. The locus of the sin shifts. Location മാറുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രവൃത്തികളാൽ പറ്റത്തില്ല. പ്രവൃത്തികൾ പൂർണ്ണമല്ല. കാരണം നമ്മൾ പുറമെ എന്ത് ചെയ്താലും ദൈവം അംഗീകരിക്കുന്ന അകത്ത് നോക്കിയാ, അകത്ത് അകപ്പ ഇല്ലെങ്കിൽ നിങ്ങൾ ഭിക്ഷക്കാരന് നിങ്ങളുടെ ഹൃദയം എടുത്തു കൊടുത്താലും കാര്യമില്ല, സ്വത്ത് മുഴുവൻ കൊടുത്താലും കാര്യമില്ല. If that agape is not generated, you are out. You get 0. ഇതാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിൽ പാപത്തിന്റെ സ്ലേവറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു വലിയ ചോദ്യം വരും. കൗണ്ടർ ഫോഴ്സ് ഞാൻ അതായത് എതിർ ശക്തി. എന്താണ് എതിർ ശക്തി നോക്കാം. ഇപ്പൊ നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പം, ഇനി അഥവാ നന്മ ചെയ്തു പോയാൽ അതിന് നേരെ എതിരെ എൻ്റെ ഉള്ളൊരു തിന്മ, ഞാൻ പറഞ്ഞ ലോക്കസ് മാറിയ, അല്ല ലൊക്കേഷൻ മാറിയ, അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ നേച്ചർ മാറിയ ഒരു പാപം എൻ്റെ ഉള്ളിൽ അത് ഷിഫ്റ്റ് ആക്കുക. അതായത് ഒരു നല്ല പ്രവൃത്തി ഉണ്ടാവും, അതനുസരിച്ച് ഹൃദയത്തിൽ ഒരു തടിച്ച ഭാഗം ഉണ്ടാവും. ഭാര്യയോട് ഭർത്താവ് ക്ഷമിക്കുന്നുണ്ടോ? നല്ല കാര്യം. പക്ഷെ 10 പ്രാവശ്യം ക്ഷമിച്ചിട്ട് ഭർത്താവ് പറയരുത് ഞാൻ എന്തോരം ക്ഷമിക്കുന്നെന്ന് അറിയാവുന്നു. അത് പറയുന്നതോടുകൂടി തീർന്നു. ആ ക്ഷമിച്ചതിന്റെ വില അവിടെ തീർന്നു. തന്നെയല്ല, ഇനി മാനസാന്തരപ്പെടേണ്ടത് ഭാര്യ. ഭർത്താവ് ക്ഷമിച്ച ആളാ, മാനസാന്തരപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് he became hard-hearted. Forgiving, he repented, he became hard-hearted. അവന് പതുക്കെ ഉള്ളിൽ നിന്ന് സ്നേഹം ഉള്ളതും കൂടെ ചോർന്നു പോകും. കണ്ടോ, ഞാൻ എത്ര പ്രാവശ്യം മാനസാന്തരപ്പെട്ടു. അവൾ ഒരു പ്രാവശ്യം ഒന്നും മാനസാന്തരപ്പെട്ടായിരുന്നെങ്കിൽ അപ്പൊ ഉള്ളിൽ ആ മതിപ്പങ്ങ് പോവാ മറ്റേ ആളോട്. അഗപ്പെ ഈസ് ലോസ്റ്റ്. കെണിയ സഹോദരങ്ങളെ, നമ്മൾ രക്ഷപ്പെടുകയല്ല നമ്മൾ ഒരു പ്രവൃത്തി കൊണ്ടും. ബിക്കോസ് വി ആർ സ്ലേവ്സ്. വി വേർ സ്ലേവ്സ്. ഇനി എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് നമുക്ക് ബ്രീഫായിട്ട് ഇന്ന് കാണാം, ബാക്കി നടക്കണം. കാരണം ഇത് പറയാൻ ഞാൻ ആശ്വസിപ്പിക്കാതെ എനിക്ക് വിടാൻ പറ്റത്തില്ല. നമ്മൾ അടിമകളാണെന്ന് ചിന്തിച്ച് വീട്ടിൽ പോകും. നമ്മൾ ഓൾറെഡി കണ്ടു നമ്മളിപ്പോ അടിമകളല്ലെന്ന്. നമ്മൾ എങ്ങനെയാണ് ഈ പാവത്തെ, ഈ ശരീരത്തിന്റെ അവയവങ്ങളിൽ വരുന്ന ഹോർമോണുകളെ കെമിക്കൽ നമ്മൾ എങ്ങനെ അതിജീവിക്കും? ഹൗ ഡു വി ഡു ഇറ്റ്? നമുക്ക് നോക്കാം ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, എങ്ങനെയാണ് നമ്മളെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, റോമാലേഖനം 7 അധ്യായത്തിന്റെ 23-ാം വാക്യം. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ അടിമയാക്കുന്നു. ഞാൻ അടിമയാകാൻ കാരണം അവയവങ്ങളാണ്, ഹോർമോണുകളാണ്, ഗ്രന്ഥികൾ, അതിനകത്തോടെ വരുന്ന ആ ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനാണ് എന്നെ ശരിക്കും അടിമയാക്കുന്നത്. ഈ ശാസ്ത്രം ഈ അടുത്തേറെ കണ്ടുപിടിച്ച കാര്യമാണ്. പക്ഷെ ബൈബിളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫിസിയോളജിക്കൽ കണ്ടീഷൻ, മാൻ ഈസ് ഹെൽപ്ലെസ്. അവൻ ഈ നല്ല വികാരങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തിയോളജിയിൽ ഒരു പ്രയോഗമുണ്ട്, എക്സ്ട്രാ നോസ് എന്ന് പറയും. അത് ലാറ്റിൻ, എനിക്ക് അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. നമ്മൾ ഇംഗ്ലീഷും ലാറ്റിനോട് എല്ലാം മിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും, എക്സ്ട്രാ നോസ്. എക്സ്ട്രാ നോസ് എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ അകത്തുനിന്ന് രക്ഷ വരികയല്ലെന്ന്, പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളെ രക്ഷിക്കണം. ബിക്കോസ് വി ആർ ഡീപ്പ് ഇൻ സിൻ. നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല, പ്രവൃത്തികളെ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കാലെടുത്ത് ചവിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വലിയ മുന്നോട്ട് പോകുള്ളൂ. സോ വി നീഡ് എ സേവിയർ അൺടച്ച്ഡ് ബൈ സിൻ. ഈ പ്രകൃതമില്ലാത്ത, പാപമില്ലാത്ത ഒരു യജമാനൻ, ഒരു രക്ഷകൻ വന്ന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ഐ നീഡ് എ സേവിയർ. ഇതാണ് 7-ാമത് ഞാൻ പറയുന്നത്, വിത്തൗട്ട് എ സേവിയർ വി കനോട്ട് എസ്കേപ്പ്. 23-ാം വാക്യം പറയണ, എന്റെ ബുദ്ധിയുടെ പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു, അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. 24-ാം വാക്യമാണ് ഇതിന്റെ ക്ലൈമാക്സ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്തുകൊണ്ടാ? wretched man that I am. wretched.
Man that I am. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്നല്ല കേട്ടോ, ബോഡി ഓഫ് സിൻ, ബോഡി ഓഫ് ഡെത്ത്, മരിച്ചു പോകുന്ന, ദ്രവിച്ചു പോകുന്ന ബോഡി, അതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അകപ്പ ഉണ്ടാവണം. എന്റെ തടസ്സം എന്റെ ബോഡിയാ. എന്താ തടസ്സം എന്നറിയോ? എനിക്ക് മെമ്മറി ഭയങ്കര കുറവാണ്. ഇത് വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുവോ. ഞാന് കഴിഞ്ഞ ഡിസംബറിൽ വയനാട്ടിലുള്ള ഒരു ചർച്ചിലെ ക്യാമ്പിനും പോയി. കഴിഞ്ഞ ഡിസംബർ. അപ്പൊ അവിടെ ഒരു അങ്കിൾ എന്നെ വന്ന് കണ്ടു. എന്നെ ചോദിച്ചു, പാസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, പറ്റുന്നില്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, 6 മാസം മുമ്പ് പാസ്റ്റർ ഇവിടെ വന്നപ്പം ഞങ്ങളുടെ വീട്ടിലാ 3 ദിവസം താമസിച്ചത്. ഞാൻ മറന്നേ പോയി. ആ ആളാണ് അകപ്പയെ കുറിച്ച് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അകപ്പ ഉണ്ടെന്ന് പറയുകയും വഴി വെച്ച് നിങ്ങളെ കാണുമ്പോൾ ഞാൻ അറിയാതിരിക്കുകയും ചെയ്ത് എനിക്ക് അകപ്പയുണ്ടോ? എന്റെ ശരീരം നന്നായി വരുവാണോ മോശമായി വരുവോ? ഇത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടതാ. ഇതിനകത്ത് സെല്ലുകളൊന്നും ശരിക്കും നാളെ വർക്ക് ചെയ്യത്തില്ല. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? സോ പൂർ. അപ്പൊ എങ്ങനെ രക്ഷപ്പെടും? കർത്താവ് വരുന്നവരെ ഈ ശരീരം വേണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ നമുക്ക് വേറെ ശരീരമൊന്നും കിട്ടുന്നില്ല. യേശുക്രിസ്തുവിന്റെ വരവിൽ മാത്രമേ ശരീരം പാപമുള്ള ശരീരത്തിൽ നിന്ന് മാറി പാപമില്ലാത്ത തേജസ്സുള്ള ഒരു ശരീരം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ഈ അടിമത്തത്തിന്? ഇവിടെ വെച്ച് തന്നെ 25-ാം വാക്യം പറയുന്നു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട്, ദൈവത്തിന്റെ പ്രമാണത്തെ, ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കും. എനിക്ക് തന്നെ, നിങ്ങൾക്ക് തന്നെ വിഷമം, നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട്, എന്നെ കുറിച്ച് ഓർത്തിട്ട്. ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിലേക്ക് വരികയാണ്. അത് പറയാൻ 10 മിനിറ്റിനുള്ളിൽ ഒരു സ്റ്റോറി പറയാം. ആ സ്റ്റോറിയിലൂടെ ഞാനത് വിശദമാക്കാം. ആ സ്റ്റോറിക്ക് മുമ്പ് നമുക്ക് ഒരു 4 വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം, ഇതിന്റെ ബാക്കി 1, 2, 3, 4. 1-ാം വാക്യം, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും. അത് 2-ാം വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം. 3ഉം 4ഉം വാക്യങ്ങളാണ് ഇതിന്റെ ഉത്തരം. എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്നത്? നമുക്കൊന്ന് വായിക്കാം. അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കഥ പറയാം, ഒരു ഇല്ലസ്ട്രേഷൻ. ഞാൻ SSLC പാസ്സാകുന്ന സമയത്ത് കേരളത്തിലെ SSLC വിജയ ശതമാനം 45%. ഇന്നത്തെ പിള്ളേർ ഇത് കേട്ടാൽ ഞെട്ടിപ്പോകും. 100 പേര് പരീക്ഷ എഴുതിയാൽ 45 പേര് ജയിക്കുള്ളൂ, 55 പേര് തോക്കുക. പിന്നെ അവർ പാരൽ കോളേജായി, അങ്ങനെ 10-ാം ക്ലാസ് 10 വർഷമായി പഠിച്ച് ജയിച്ച് എങ്ങനെ ജയിക്കും. ഇന്ന് പക്ഷെ അങ്ങനല്ല. അന്ന് തോറ്റവരുടെ സഖ്യമാണ് വലിയ സഖ്യം, ജയിച്ചവർ കുറവാണ്. ചില സ്കൂളുകളിലൊക്കെ തോറ്റവരെ കാണുള്ളൂ. 100% തോൽവി. മനോരമ വരുമായിരുന്നു, 100% തോൽവി കിട്ടിയ സ്കൂളുകൾ എന്നും പറഞ്ഞു. ജയിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇന്ന് 100 പേരുള്ള ഒരു സ്കൂളില് 99 പേരും ജയിക്കും, 98 പേരും ജയിക്കല്, ഒരാൾ തോക്കുള്ളൂ. ആ തോൽവി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. എല്ലാവരും ചോദിക്കും, എത്ര A+ ഉണ്ട്, എത്ര A+ ഉണ്ട്? ഇവൻ ഒരു A+ ഇല്ല, B+ ഇല്ല, C ഇല്ല, D ഇല്ല, ഫെയിൽ, F. സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ വിശ്വാസികളുടെ ചിന്ത എന്ന് പറയുന്നത്, ഞങ്ങൾ ഫെയിലാണ്, കർത്താവ് ഉദ്ദേശിക്കുന്നതൊന്നും ആയിട്ടില്ല, പക്ഷെ ഞങ്ങൾക്കൊരു 35 മാർക്കാണ് ജയിക്കാൻ വേണ്ടതെങ്കിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചർച്ചിൽ വരുന്നു, എല്ലാം വളരെ മോശമായ പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നു, കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ദൈവം നമുക്കൊരു 32 മാർക്ക് ഇട്ടിട്ടുണ്ടാവും, ഒരു 3 മാർക്കൂടെ കിട്ടി അപ്പുറത്ത് ചാടാം. ഇങ്ങനെയാണ് മിക്കവാറും വിശ്വാസികളുടെ എല്ലാം ചിന്ത. ആ 3 മാർക്ക് ഒരിക്കലും നമുക്ക് കിട്ടാനും പോകുന്നില്ല. കാരണം എത്ര ജീവിച്ചാലും തികഞ്ഞു എന്ന് തോന്നില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതിൽ ഉറപ്പും ഇല്ല. ഇതാണ് ഒരു വിശ്വാസിയുടെ സാമാന്യമായ അവസ്ഥ. എന്നാലും മറ്റുള്ളവരെക്കാളൊക്കെ ഭേദമാണല്ലോ ഞാൻ, അവരും എന്നെ പോലെയൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് കർത്താവ് വരുമ്പോ പാസ്റ്ററും അവരാരും പോയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ പോകാനാ? അവര് പോയാൽ ഞാനും പോവായിരിക്കും എന്നൊക്കെയുള്ളൊരു ആശ്വാസത്തിൽ നമ്മളിങ്ങനെ ഇരിക്കും.
പക്ഷെ ന്യായപ്രമാണം ശരിക്കും അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ 32 മാർക്കുകാരല്ല, 0-ക്കാരാണ്. എനി വർക്ക് മൾട്ടിപ്ലൈഡ് ബൈ ലാക്ക് ഓഫ് ലവ്, 0. എന്തിനെ 0 കൊണ്ട് ഗുണിച്ചാലും മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടുള്ളൂ. നമ്മൾ എത്ര വലിയ പ്രവൃത്തി ചെയ്ത് കിഡ്നി കൊടുത്തിട്ട് ആ കിഡ്നി വാങ്ങിച്ചുകൊണ്ട് പോയവൻ വൈകിട്ട് കള്ളും കുടിച്ചോ നിങ്ങളോട് ചീത്ത പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അയ്യോ എന്റെ കിഡ്നി പോയല്ലോ, അതുകൊണ്ട് ഭയങ്കര വൈരാഗ്യമായിരിക്കും. അതുപോലും സ്നേഹം ഉണ്ടാക്കുന്നില്ല. ദൈവം നോക്കുന്ന ഒരൊറ്റ കാര്യമാണ്, വി ആർ ഗോൺ. നമ്മളെല്ലാം 0 സ്റ്റുഡൻസാ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചേക്ക്, ഒരു വലിയ ക്ലാസ്സിൽ ഒറ്റ കൊച്ചു മാത്രം 0 സ്റ്റുഡന്റ്. അത് നിങ്ങളായിരിക്കണം കേട്ടോ, അല്ലെ ഞാനായിരിക്കും. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അങ്ങനെ സങ്കല്പിച്ചു നോക്കി, എല്ലാവരാലും നിന്ദിതനും പരിഹാസത്തിനും രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്തതുമായ ഒരു കുട്ടി ഒരു ക്ലാസ്സിലുണ്ടെന്ന് വിചാരിച്ചു. പിള്ളേരെല്ലാം കളിയാക്കി. അവന് പഠിക്കാനോ കഴിയില്ലെന്നേ ഉള്ളൂ, വേറെ 100,000 കഴിവുകൾ കാണും. പക്ഷെ വേണ്ടതില്ല. അങ്ങനെ ഇരിക്കും ഒരു ടീച്ചറിന് ഇവനോട് സിമ്പതി തോന്നും. ഈ കുട്ടിയുടെ അടുത്ത് ടീച്ചർ പറയാണ്, മോനെ നീ എന്തായാലും തോക്കൂ, നിനക്ക് ജയിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, നിനക്കറിയാമല്ലോ. അറിയാം ടീച്ചറെ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി ഇവിടുന്ന്. അപ്പൊ ടീച്ചർ പറയാം, ഞാൻ നിന്നോടൊരു നല്ല വാർത്ത പറയാം. ചോദിക്കും, എന്താ ടീച്ചർ? ഈ പ്രാവശ്യം നിന്റെ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഇടുന്നത് ഞാനാണ്. പയ്യൻ പറഞ്ഞു, ഓ താങ്ക് യു ടീച്ചർ, പുസ്തകം മുഴുവൻ പഠിക്കണ്ടല്ലോ, ടീച്ചറിന് എന്നോട് സ്നേഹമുള്ളൂ, ടീച്ചറിന് മാത്രം എന്നോട് കരുണയുള്ളൂ, അതുകൊണ്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ അത് പോയിരുന്ന് പഠിച്ച് വന്ന് പരീക്ഷ എഴുതിക്കോളാം. അപ്പൊ ടീച്ചർ പറഞ്ഞു, എടാ പരീക്ഷ നമുക്കറിയാവുന്ന ചോദ്യങ്ങളൊക്കെയാണ്, അത് നീ നേരത്തെ അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല, നമുക്കെല്ലാം അറിയാം, എന്നാലും ഉത്തരം എഴുതാൻ പറ്റിയില്ല നിനക്ക്. നമുക്ക് സ്നേഹിക്കണം എന്നറിയാൻ മേലെ, ക്ഷമിക്കണം എന്നറിയാൻ മേലെ, കർത്താവിന്റെ കൽപ്പനകളിൽ അറിയാലോ, പക്ഷെ പറ്റുന്നില്ല. എൻ്റെ ഒരു സഹോദരനും സുഹൃത്തുമായ ഒരു പാസ്റ്ററാണ് താഴ്മ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. വളരെ നല്ല പുസ്തകം. അത് എഴുതി കഴിഞ്ഞിട്ട് എന്നോട് പറയാം, എന്റെ ചേസെ എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഈ താഴ്മ ഇല്ലല്ലോ എന്ന്. അദ്ദേഹത്തിന് താഴ്മ ഉള്ളതുകൊണ്ടാണ് അത് മനസ്സിലായത്. താഴ്മയെ കുറിച്ച് നമുക്ക് 10 പോയിന്റ് എഴുതിയിട്ട് കാര്യമില്ല, ഇത് ഉണ്ടാകണ്ടേ. താഴ്മ വേണം നമുക്ക് എല്ലാം അറിയാം. എത്ര പ്രാവശ്യം താഴ്ത്തി ഏൽപ്പിച്ചത്, കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, താഴ്ത്തി സമർപ്പിക്കുന്നു, പൊടി പോലെ ഏൽപ്പിക്കുന്നു. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അപ്പോ അതുകൊണ്ട് കാര്യമില്ല, ചോദ്യപേപ്പർ ഇട്ടിട്ട് കാര്യമില്ല, ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, ഒരു പ്രയോജനമില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, ശരിയാ ടീച്ചറെ, ചോദ്യപേപ്പർ മുഴുവൻ എന്റെ തന്നു വിട്ടാലും എനിക്കൊരു ഉത്തരത്തിന് പോലും ചോദ്യത്തിന് പോലും ഉത്തരം എഴുതാൻ പറ്റത്തില്ല, ഞാൻ അത്രയും പൊട്ടനാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഒരു നല്ല വാർത്തയും കൂടെ ഉണ്ട്. എന്താ ടീച്ചറെ? ഈ പ്രാവശ്യം നിന്റെ പേപ്പർ നോക്കുന്നത് ഞാൻ. ആ അത് കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും അങ്ങനെ ഇട്ട് വെച്ചേക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെക്കാം ആൻസർ ആയിട്ട്. ടീച്ചർ അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 2, 4, 7, 3, 2, 1 ഒട്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ആ 35 കടത്തി തന്ന് ഞാൻ എന്റെ ടീച്ചറെ മടുത്തു, ഇതൊന്ന് അവസാനിച്ച് കിട്ടിയ ഞാൻ എവിടെയെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിച്ചോളാം, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തന്നെ. ടീച്ചർ പറയും, നീ ഇന്നേ വരെ ഒരു എക്സാമിനേഷൻ 1/2 മാർക്ക് പോലും വാങ്ങിക്കാത്തയാണ്. എന്റെ പരീക്ഷയ്ക്ക് 35 മാർക്ക് മേടിച്ചാൽ അത് അനീതിയായിരിക്കും, ആൾക്കാർ നോക്കുമ്പോൾ ഒരു ഉത്തരവ് ശരിയല്ല, എന്റെ ജോലി പോകും, അതുകൊണ്ട് അനീതിയായിട്ടുള്ളതും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് 2 കൊണ്ടും പ്രയോജനമില്ല. പിന്നെ ചോദിക്കുക, ടീച്ചർ ഈ 2 കൊണ്ടും പ്രയോജനം, പിന്നെ എന്ത് നല്ല വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ആ ടീച്ചർ വന്നത്? അപ്പൊ ടീച്ചർ പറയും, എടാ നല്ല വാർത്ത എന്താണെന്നറിയാം, നിനക്ക് എഴുതാനുള്ള കഴിവില്ല എന്നുള്ള കാര്യം ഗവൺമെന്റ് സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. നിനക്ക് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ രോഗം ഉള്ളതുകൊണ്ട് നിനക്ക് ഇതൊന്നും ഉത്തരം എഴുതാൻ പറ്റില്ല, 0 കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഗവൺമെന്റ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നിനക്കൊരു പകരക്കാരനെ, സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിപ്പിക്കാം. അപ്പൊ ഇവൻ പറഞ്ഞു, എന്റെ ടീച്ചർ എന്തായി പറയുന്നത്, സ്ക്രൈബിനെ വെച്ച് എഴുതിച്ച സ്ക്രൈബ് എക്സാം എഴുതും, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്താലല്ലേ അവൻ എഴുതുള്ളൂ. അപ്പൊ എനിക്ക് എന്തെങ്കിലും അറിയണ്ടേ, എനിക്കറിയാൻ വയ്യാതിരിക്കാൻ ഞാനൊരു സ്ക്രൈബിനെ വെച്ച് എങ്ങനെ എക്സാം എഴുതും? അതുകൊണ്ട് എന്ത് പ്രയോജനം, എനിക്ക് എന്ത് ഗുണം? എനിക്കൊരു അക്ഷരം പോലും അറിയാമല്ല, ചോദ്യം വായിക്കാൻ പോലും അറിയത്തില്ല, അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും സ്ക്രൈബിന് എഴുതാൻ? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഈ നല്ല വാർത്ത എന്താണെന്നറിയോ, നിന്റെ ഈ വർഷത്തെ സ്ക്രൈബ് ഞാനാണ്.
എത്ര മാർക്ക് കിട്ടുമായിരിക്കും അവന്? ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന, അത് ജഡ്ജ് ചെയ്യുന്ന അതേ ടീച്ചർ തന്നെ അവന് പകരം എക്സാമും കൂടെ എഴുതിയാൽ അവൻ എത്ര മാർക്ക് കിട്ടും? 100 കിട്ടും അല്ലേ? ഞാനൊരു രഹസ്യം കൂടെ പറയാം. 99 മാർക്കുകാർ ആരും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ ഒരു ചെറിയ പാപം പോലും അനുവദനീയമല്ല. അപ്പോ നമ്മളെ കൊണ്ട് നടക്കില്ല. 40 കിട്ടിയവനും 50 കിട്ടിയവനും ഒന്നും പോവില്ല. 0 കിട്ടിയവൻ മാത്രമേ പോകൂ. കാരണം ഈ ഓഫർ, സ്ക്രൈബ് എന്നുള്ള ഓഫർ, പകരക്കാരൻ എന്നുള്ള ഓഫർ പാപിക്ക് മാത്രമേ ഉള്ളൂ, മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇത് ബൈബിളിലുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ബൈബിളിന് വെളിയിൽ നിന്നൊന്നും സംസാരിക്കില്ല. ഇനി 3-4 വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഇത് തന്നെ നിങ്ങൾക്ക് ബൈബിളിൽ കാണാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യം എന്താ നോക്കി, ഞാൻ വായിക്കാം. 3-ാം വാക്യം. ജഡത്താലുള്ള ബലഹീന നിമിത്തം എന്റെ ശരീരം ബലഹീനമായത്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിന്, ന്യായപ്രമാണത്തിന് പൂർത്തിയാക്കാൻ പറ്റാത്തതിന്, സാധിപ്പിക്കാൻ, പൂർത്തിയാക്കാൻ, എക്സാം എഴുതിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? എന്നെ കൊണ്ട് പൂർത്തിയാകാത്തത് കൊണ്ട് എനിക്കൊരു പകരക്കാരനെ ദൈവം അയച്ചു. ആ പകരക്കാരൻ പാപമില്ലാത്തവനായിരുന്നു, പാപ ശരീരത്തിന്റെ സദൃശ്യമായിരുന്നു. പാപശരീരമല്ല, എന്നെ പോലെ തന്നെ, പക്ഷെ പാപമില്ല. അവൻ എനിക്ക് പകരം വിട്ടു. പാപത്തിന് ആ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്ത വാക്യം പറയാണ്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ദൈവത്തിന്റെ നീതി നിറവേറേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? നിങ്ങൾക്കൊരു പകരക്കാരനെ അയച്ചു. നിങ്ങളെ പോലെ തന്നെ ഒരു സ്ക്രൈബ്, വൺ അനദർ മാൻ റോട്ട് യുവർ എക്സാം. ആർക്ക് മാത്രമേ ഉള്ളൂ? ആത്മാവിൽ നടക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ആത്മാവിൽ നടക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടത്, ഉയരത്തിലേക്ക് നോക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടതിന് നമുക്കൊരു പകരക്കാരനുണ്ട്. ഇന്നൊരു എക്സാമ്പിൾ, അത് ഇങ്ങനെ നമുക്കൊന്ന് വിശദീകരിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. എന്റെ ലൈഫ് ഞാൻ അടുത്ത ദിവസം പറയാം. നമുക്ക് ക്രൂശിൽ കർത്താവ് പകരക്കാരനായി മരിച്ചു എന്നറിയാം, അറിയാലോ. അതുകൊണ്ട് നമ്മുടെ ശിക്ഷാവിധി നീങ്ങിപ്പോയത്. 2 കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, അതുകൊണ്ട് നമ്മുടെ ശിക്ഷ തീർന്നു. രണ്ടാമത്തെ കാര്യം, ക്രൂശിൽ മാത്രമല്ല അവൻ നമുക്ക് പകരക്കാരനായതെന്നുള്ളതാണ്. ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴും കർത്താവ് എനിക്ക് പകരക്കാരനാണ്. നിങ്ങളിന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ, വീട്ടിലാണല്ലോ, ഒരു പ്രതിസന്ധി നിങ്ങൾ അതിജീവിക്കുവാണെങ്കിൽ, എതിരിടുവാണെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് പകരക്കാരനാണ്. ഞാനല്ല, ക്രിസ്തു അത്രേ. അവന്റെ ഫുൾ ധനം, ഹി ഈസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. അവനിലൂടെയാണ് നമ്മൾ നീതി പൂർത്തിയാക്കുന്നത്. ഹി ലിവ്സ് ഇൻ മീ പ്രാക്ടിക്കലി, ഇൻ മൈ ഫെയ്ത്ത്. ഞാനല്ല, ക്രിസ്തു അത്രേ. ഹി ബിക്കംസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറയാം, കർത്താവേ നീയാണ് എന്റെ പകരക്കാരൻ. യു ലീവ്, ഐ ഡൈ. ഞാനല്ല, നീയാണ്. എല്ലാ എക്സാമും നമ്മൾ പാസ്സാവും 100 ബിക്കോസ് ഓഫ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അതിനാണ്ട് എനിക്ക് പുകഴാനൊന്നുമില്ല, പുകഴാനില്ല. കാരണം എന്റെ ജഡം ഒന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എന്റെ ജഡം മരണത്തിന് ഏൽപ്പിക്കപ്പെടുക ചെയ്തത് മുഴുവൻ കർത്താവ്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം അത്രേ തിരുവുള്ളം ഉണ്ടായിട്ട് നമ്മളിൽ നിർവഹിക്കുന്നത്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ വേണം. ദാറ്റ്സ് വാട്ട് ഫെയ്ത്ത് അക്കംപ്ലിഷസ് ഫോർ യു. പ്രലോഭനത്തിന് നടുവിൽ ഞാനല്ല, ക്രിസ്തു അത്രേ. പിന്നെ എന്ത് പ്രലോഭനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? നത്തിങ് വിൽ സ്റ്റാൻഡ്. അവൻ ജയാളിയായ കർത്താവാണ്, നമുക്ക് പകരം. ഇൻ അസ്, ക്രൈസ്റ്റ് ഇൻ അസ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. വി വെർ ഇൻ ക്രൈസ്റ്റ്. വെൻ ഹി ഡൈഡ്, ഐ ഡൈഡ്. പക്ഷെ മറുവശമുണ്ട്, ക്രൈസ്റ്റ് ഇൻ മീ, ക്രിസ്തു എന്നിൽ. അതാണ് അതിന്റെ പ്രാക്ടിക്കൽ. അവൻ എന്നിൽ വരുമ്പോൾ ഹി ബിക്കംസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാം, കർത്താവേ എനിക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ട്, ഒന്നും വരല്ലേ, നീ എന്താ പറയേണ്ടത് വെച്ചാൽ മാത്രമേ പറയാവുള്ളൂ. നിന്നിലേക്കല്ലാതെ ആരും ആകർഷിക്കപ്പെടരുത്, നിന്റെ വചനത്താലല്ലാതെ ആരും ടച്ച് ചെയ്യപ്പെടരുത്. ഞാൻ ആകർഷക വസ്തുവായിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിൽക്കരുത്. കർത്താവേ, ഐ ഡൈ. I should not erect a tower of Babel. I should not erect a tower, a ministry, a Babel ministry, a tower of ministry. I should not. I should only extol you. I should die. You should live. Substitute.
ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മളെ രക്ഷിക്കുന്നത്, ന്യായപ്രമാണത്തെ പൂർത്തിയാക്കുന്നത്. വി വിൽ കംപ്ലീറ്റ് ദ ലോ നോട്ട് ബൈ അവർസെൽസ് ബട്ട് ബൈ അവർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇന്ന് നമുക്ക് ലോകത്തിന് ഒന്നിനും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, അനുസരിക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് വി ഹാവ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. വി വിൽ ഡു ഇറ്റ്, ഹി വിൽ ഡു ഇറ്റ് ത്രൂ അസ്. നമ്മളിലൂടെ അവൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, സൽപ്രവൃത്തിക്കാരാക്കുന്നത്. നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളല്ല, ആത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് അവന്റെ സ്വഭാവം നമുക്ക് തന്നു, അവൻ നമുക്ക് പകരം ജീവിച്ച് ക്രൈസ്റ്റ് ഇൻ മീ ഗിവ്സ് മീ ദാറ്റ് സ്ട്രെങ്ത് ആൻഡ് ഹി കംപ്ലീറ്റ്സ് ദ ലോ. അവൻ എന്റെ നിയമത്തെ പൂർത്തിയാക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ജീവിതത്തിന്റെ ഓരോ കോർണറിലും യേശുക്രിസ്തു എന്ന പകരക്കാരനെ കണ്ടെത്താൻ, ടു ഫൈൻഡ് ദാറ്റ് ഫെയ്ത്ത് ടു ഓവർകം, പാപത്തെ തോൽപ്പിക്കാൻ. ഈ യേശു എന്ന പകരക്കാരൻ വന്നാൽ പിന്നെ ഒരു ഹോർമോണും വർക്ക് ചെയ്യില്ലടോ. ഞങ്ങളുടെ ചർച്ചിലുള്ള സഹോദരനുണ്ട്, സ്കിസോഫ്രീനിയ ആയിരുന്നു, ഭയങ്കര ഭ്രാന്ത്. ഒരു തരത്തിലും ലോകത്തുള്ള എല്ലാ മരുന്നുകളും കഴിച്ചിട്ടും അത് എറണാകുളത്തെ എല്ലാ സൈക്കാട്രിസ്റ്റും അറിയാം, അവരെല്ലാം ഡോക്ടർ മരുന്ന് കൊടുത്ത് മടുത്ത. പക്ഷെ അവസാനം ഒരു സുവിശേഷ പ്രസംഗം വായിച്ചു, അത് പുസ്തകം വായിക്കുവാണ്, ഒത്തിരി ബോധം ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അതിനകത്ത് ഇങ്ങനെയാ കണ്ടത്, നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന കർത്താവ്. ശരീരത്തിലെ എന്ത് വികാരങ്ങൾ നിങ്ങൾ ഉണ്ടായി വന്നാലും അതിനെ ക്രൂശിൽ മരിപ്പിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കാൻ പറ്റുന്ന, റിന്യൂ ചെയ്യാൻ പറ്റുന്ന കർത്താവ്. ഒറ്റ വിശ്വാസമായിരുന്നു. ആ അസുഖങ്ങളെല്ലാം നിമിഷം കൊണ്ട് മാറും. ഫെയ്ത്ത്. ക്രിസ്തു പകരം. വി ഡോണ്ട് ഹാവ് ടു ബി ആംഗ്രി. കർത്താവ് നമുക്ക് പകരം. ലെറ്റ് ഹിം വർക്ക്. അദ്ദേഹം എന്നാൽ ഒന്നാന്തരം ഒരു ബൈബിൾ ടീച്ചറാണ്. ഈസ് കൗൺസിലിംഗ് പീപ്പിൾ. ഡോക്ടർ എടുത്ത് തന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് ഭ്രാന്തി ഇല്ലാന്നൊരു സർട്ടിഫിക്കറ്റ് തരണമെന്ന്. ഡോക്ടർ പറഞ്ഞു, അങ്ങനെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുന്ന രോഗമല്ലായിരുന്നു, മാറുന്ന രോഗമല്ലായിരുന്നു. ഇപ്പം ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എന്നും പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ തരാൻ പറഞ്ഞു, മേടിച്ചോണ്ട് പോകും. ഇത് ലോകത്തിലുള്ള എല്ലാ രോഗങ്ങളും മാറ്റുന്ന ഫോർമുലയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വരുന്ന വികാരം, നമുക്ക് എന്തായാലും അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ വരുന്ന വികാരങ്ങൾക്ക് നമ്മൾ അടിമകളാകണ്ടെന്നായി പറഞ്ഞു. ഗോഡ് സെറ്റ്സ് us free. When the Lord sets us free, we need not be captive to the emotions that runs through our body. We don't need to. And I will be crucified to the world and world to me. ക്രിസ്തുവിന്റെ ക്രൂശിൽ ഞാൻ എന്നെ തന്നെ പുതുക്കി, എനിക്കൊരു പുതിയ സൃഷ്ടിയായി മാറാൻ കർത്താവ് എന്നെ സഹായിച്ചു. I got a new life. Life of my substitute. എന്റെ പകരക്കാരന്റെ ജീവനാണ് ഞാൻ ഇപ്പം വിശ്വാസത്താൽ ജീവിക്കുന്നത്. I live his life in faith. കാഴ്ചയിൽ ജീവിക്കുമ്പോൾ എന്റെ ജീവിതം, പക്ഷെ കാഴ്ചയിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ എത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. So in faith I am living that life of Christ. That I am not a captive, not a slave. I am set free because of Christ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ആ രക്ഷയുടെ ആ ബ്യൂട്ടിയിലേക്ക് തുറക്കണം. അവിടെ ഞങ്ങൾക്ക് പകരക്കാരനായി, ഞങ്ങൾക്ക് പകരം സംസാരിക്കാം, ഞങ്ങൾക്ക് പകരം സ്നേഹിക്കാം, ഞങ്ങൾക്ക് പകരം നീതിയെ പൂർത്തിയാക്കാൻ, ഞങ്ങളിൽ വസിക്കുവാൻ അങ്ങേക്ക് ഇഷ്ടമായതിനായി കർത്താവെ, അങ്ങനെ ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങൾ അങ്ങയുടെ പകരക്കാരായി ഇവിടെ ജീവിക്കത്തക്ക രീതിയിൽ കർത്താവ് അവിടെ ഞങ്ങളിൽ വസിക്കുന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ നീതിയും വിശുദ്ധീകരണവും ദൈവം ഞങ്ങൾ ഓരോ ദിവസവും അങ്ങനെ സ്തോത്രം. ആ അതിവിശുദ്ധ വിശ്വാസം ഞങ്ങളിൽ പണിതുകൊണ്ടിരിക്കണമേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.